Thank you so much. Thank you so much, Akshay sir. And voice audible ആണോ? Clear അല്ലേ sir? കേൾക്കുന്നുണ്ടോ? വോയിസ് ഓഡിയബിൾ ആണ്, പക്ഷേ ഹെഡ്സെറ്റിന്റെ ആണോ പ്രശ്നം? Some problem is there means എന്താ എക്കോ ആണോ? എന്താ പ്രശ്നം? ഇപ്പൊ ശരിയാവുന്നുണ്ടോ? ആ എക്കോ ഉണ്ട്. ഒന്നും കൂടി ഞാൻ റീകണക്ട് ചെയ്യാം. ഇപ്പോഴും അതേപോലെ തന്നെയാ? ഹലോ, ചെറിയ വ്യത്യാസമുണ്ട്. എക്കോ കുറഞ്ഞു. ഇപ്പൊ വ്യത്യാസം ഉണ്ടോ? റൈറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഒരു അല്പം ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു നല്ലൊരു അടിപൊളി സായാഹ്നത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ എപ്പോഴും സാധാരണഗതിയിൽ ഞാൻ തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഒരു കഥയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കാരണം പൊതുവെ എൻ്റെ കഥ എന്നെക്കാളും ആളുകൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ഒരു ചെറിയ കഥയിൽ നമുക്ക് തുടങ്ങാം. പണ്ട് ഒരു രാജകൊട്ടാരത്തില്, പണ്ട് ഒരുപാട് വർഷം മുമ്പ് ഇന്ത്യയിലെ ഒരു രാജകൊട്ടാരത്തില് രാജാവിന് വളരെ പ്രിയപ്പെട്ട ഒരു ആന ഉണ്ടായിരുന്നു. ഈ ആനയുടെ പ്രത്യേകത, ഒരുപാട് യുദ്ധങ്ങൾ ഈ ആന മാത്രം കാരണമാണ് ആ യുദ്ധങ്ങളൊക്കെ രാജാവിന് ജയിക്കാൻ പറ്റിയത്. അപ്പൊ രാജാവിന് മാത്രമല്ല, ആ കൊട്ടാരത്തിലെ മുഴുവൻ ആളുകൾക്കും ആന ഭയങ്കര പ്രിയപ്പെട്ടവനാണ്, രാജ്ഞിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളൊക്കെ ജയിച്ച് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ ഈ ആനക്ക് പ്രായമായി. ഈ ആനക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ അവസ്ഥയിൽ വന്ന സമയത്ത് രാജാവ് എന്ത് പറഞ്ഞു, ശരി, നമ്മുടെ പ്രിയപ്പെട്ട ആനയെ കുറച്ചു കാലം റെസ്റ്റ് എടുക്കട്ടെ, ഇനി ആനയെ വെച്ച് യുദ്ധമൊന്നും ചെയ്യേണ്ട, ആനയെ നമ്മുടെ സ്ഥിരമായിട്ട് ഒരു റെസ്റ്റ്, നമ്മുടെ സുഭിക്ഷമായ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആനയെ നടത്തുന്ന, അതിനെ സൂക്ഷിക്കുന്ന ആൾ ഏൽപ്പിച്ചു. ഒരു ദിവസം ഈ ആനയെ സൂക്ഷിക്കുന്ന ആള് ആനയും കൊണ്ട് ഒരു ദിവസം വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒരു പുഴവക്കത്ത് പോയ സമയത്ത് പെട്ടെന്ന് ഈ ആന ഒരു ചതുപ്പിനകത്ത് വീണുപോയി. ഈ ചതുപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തം ചളിയായിക്കാണ്. ആനക്ക് ആ ചതുപ്പിനകത്ത് പെട്ടിട്ട് ആന കുറച്ചായിട്ട് മുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ആനക്ക് തിരിച്ചങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല, കാരണം ആനക്ക് പ്രായമായി, ഒരു നിവർത്തിയുമില്ല. ഈ ആനയെ പരികർമ്മി ഇയാൾക്ക് ആകപ്പാട് പേടിയായി. അയ്യോ, നമ്മുടെ രാജാവിനും രാജ്ഞിക്കും ഒക്കെ ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു ആനയാ, ഞാൻ കൊണ്ടുപോയിട്ട് ചതുപ്പിലെങ്ങാൻ വന്നിട്ട് ഈ ആന ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരും കൂടി എന്നെ തൂക്കിക്കൊല്ലും, എങ്ങനെയെങ്കിലും ഈ ആനയെ രക്ഷിച്ചേ പറ്റൂ. പക്ഷെ രാജാവിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല, കാരണം രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ രാജാവ് തൂക്കിക്കൊന്നുകളെ. അപ്പൊ എന്ത് ചെയ്തു, കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തിന്റെ പരിചയമുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചു പറഞ്ഞു, നമുക്ക് ആന എങ്ങനെ ചതുപ്പിൽ മുങ്ങാണ്, എങ്ങനെയെങ്കിലും ആനയെ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കരയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ കയറിട്ട് വലിച്ചു നോക്കി, ഒരുപാട് ആളുകൾ കൂടി ആ ആനയെ എങ്ങനെയെങ്കിലും ചതുപ്പിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല, ആന ചതുപ്പിനകത്ത് തന്നെ. ഒരുപാട് വിഷമായപ്പം ഈ ആന മുങ്ങിച്ചാവുമെന്ന് ഏകദേശം ഉറപ്പായ സമയത്ത് ഈ പരികർമ്മി പറഞ്ഞു, ഒരു നിവർത്തിയില്ല, നമുക്ക് രാജാവിനെ അറിയിക്കാം, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, അവസാനമായിട്ട് ഈ ആനയെ ഒന്ന് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടെ, എന്നെ തൂക്കി കൊന്നാലും സാരില്ല, രാജാവിനെ അറിയിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മന്ത്രിയോട് പറഞ്ഞ് രാജാവിന്റെ അടുത്ത് ഈ വിവരം പോയി പറയാൻ പോയി. രാജാവിന്റെ അടുത്ത് മന്ത്രി പോയിട്ട് പറഞ്ഞു, രാജാവേ, നമ്മുടെ ആന ഒരു വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു ചതുപ്പിൽ മുങ്ങി ചാവാൻ പോവാണ്, അങ്ങേക്ക് അവസാനമായിട്ട് ആ ആനയെ ഒന്ന് കാണണമെങ്കിൽ ഇപ്പൊ വന്നാൽ കാണാൻ സാധിക്കുന്നു പറഞ്ഞു. അപ്പം രാജാവ് പറഞ്ഞു, ആന ചതുപ്പിൽ മുങ്ങി, അത് ശരിയോ, അങ്ങനെയാണോ, എന്താ കയറി വരാത്തത്? അപ്പൊ പറഞ്ഞു, അല്ല, ആനക്ക് പറ്റുന്നില്ല, അത് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആനക്ക് ഒരു നിവർത്തിയില്ല, വയസ്സായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ഒരു ചെറിയൊരു പുഞ്ചിരി ഇരിച്ചു, എന്നിട്ട് പറഞ്ഞു, നമ്മുടെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഒരു ശംഖുലി മുഴക്കുമല്ലോ, സാധാരണ നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടാവും, യുദ്ധത്തിന് മുമ്പ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നത് ഒരു ശംഖുലി, ഒരു ബൂഗിൾ നമ്മൾ വിളിച്ചുകൊണ്ടാണ് എപ്പോഴും യുദ്ധം നടക്കാൻ പോകുന്ന അറിയിക്കുക. ആ ശംഖ് ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം മന്ത്രി വിചാരിച്ചത്, എന്തിനാ ഇപ്പൊ ഈ സമയത്ത് ഈ ശംഖ്, ശരി ആയിക്കോട്ടെ, രാജാവ് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ആ ശംഖ് എടുത്തിട്ട് രാജാവിന്റെ കൈ കൊടുത്തു. രാജാവ് എന്ത് ചെയ്തു, വളരെ ഉച്ചത്തിൽ ആ ശംഖ് 2-3 പ്രാവശ്യം അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. ഈ ശംഖിന്റെ ശബ്ദം, ഈ ശംഖുലി, യുദ്ധം തുടങ്ങാൻ പോകുന്നുള്ള ശംഖുലി ഈ ആനയുടെ ചെവിയിലേക്ക് വന്നപ്പം ആനക്ക് മനസ്സിലായി, യുദ്ധം തുടങ്ങാൻ പോവാണോ, ഞാൻ ഇതിനകത്ത് നിന്ന് ഈ ചതുപ്പ് തന്നെ പെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ എങ്ങനെ രാജാവ് യുദ്ധം ജയിക്കുക, ഞാൻ ആരാ, ഞാൻ പറഞ്ഞ എത്രയോ യുദ്ധങ്ങൾ ജയിച്ചിട്ടുള്ള ഒരു ആനയാണ്, ഞാനാണ് ഈ ചതുപ്പിനകത്ത് കിടക്കുന്നത്, ഇപ്പം എന്റെ ആവശ്യം രാജാവിനുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കരകയറി രാജാവിന്റെ അടുത്ത് എത്തിയേ പറ്റുമെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ സഹായവും ഇല്ലാണ്ട് ആ ആന സ്വന്തമായിട്ട് ചതുപ്പിനകത്ത് നിന്ന് പുറത്ത് വന്നിട്ട് രാജാവിന്റെ മുമ്പിൽ വന്നിട്ട്, യെസ് സർ, ഐ ആം ഹാജർ ഹോ എന്ന് പറഞ്ഞ് മുമ്പിൽ വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് ഒരുപാട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരു ബ്യൂഗിളാണ്, അതേപോലത്തെ ഒരു ശംഖുലിയാണ് ഞാൻ മുഴക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇപ്പൊ 1000-ഓളം ആൾക്കാരുണ്ട്. ഈ 1000 പേര് ഒരുപാട് പേര് യൂട്യൂബിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ ആളുകളൊക്കെ ശരിക്കും ഒരു ആനയാണ്, എനിക്ക് യുദ്ധം ജയിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുന്ന ആനകളാണെങ്കിൽ, ഉള്ളിലൊരു ആന ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമോട് കൂടി മുഴുവൻ ആനകളും എണീറ്റ് യെസ് സർ, ഐ ആം റെഡി എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് നിൽക്കും. അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ എന്റെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു, രഞ്ജിത്ത് എന്നാണ് പേര്. എനിക്ക് കൂടുതൽ ഇൻട്രോക്ക് ഞാൻ പോകുന്നില്ല. ഇന്നത്തെ ഒരു അഗൈൻ ഞാൻ ഒരു ഫയർ പ്രോഗ്രാം തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, നമ്മുടെ മൂർത്തി സാർ പറഞ്ഞ പോലെ. കാരണം
ഫയർ പ്രോഗ്രാം തന്നെയാണെന്ന് പറയാനുള്ള കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രോഗ്രാമിന് സാധിച്ചു എന്നറിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ അന്ന് 2 വർഷം മുമ്പുണ്ടായിരുന്ന സ്ഥിതിഗതിയല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. ഒരുപാട് പേർക്ക് അന്നത്തേതിനേക്കാളും കൂടുതൽ അന്നത്തെ ഒരു ഫയർ പ്രോഗ്രാമിന്റെ ആവശ്യം ഇന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ പോകുന്ന ഒരുപാട് ഡാറ്റാസ് ആണ് ഞാൻ അന്നത്തെ അതേ പ്രോഗ്രാമിലെ പോലെ ഒരുപാട് ഡാറ്റാസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തരാൻ പോകുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് കാണുക, കാരണം ഇത് വലിച്ചു നീട്ടാൻ പറ്റില്ല. കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സെൽഫ് ആക്ടിവേഷൻ, ഒരു സെൽഫ് മോട്ടിവേഷൻ മോഡിലേക്ക് നിങ്ങളെ സ്വയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ശരിയായ ഒരു പിക്ചർ കിട്ടണമെങ്കിൽ നമുക്കൊരു അല്പം പുറകോട്ട് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 73 വർഷം നമുക്ക് പുറകിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തേക്ക് വന്നാൽ പോരാ, അടുത്ത ഒരു 73 വർഷം നമുക്ക് മുമ്പോട്ടേക്കും പോകണം. സോ ഇതൊരു റോൾ കോസ്റ്റർ റൈഡ് പോലെയാണ്, ഒരു ടൈം ട്രാവൽ പോലെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വളരെ പുറകിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ കേൾക്കുന്ന സമയത്ത് തോന്നുന്നു നല്ല രസമായിരിക്കുന്നു. ബട്ട് ഇതിന് രസത്തിനേക്കാളും കൂടുതൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതും നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ മാറ്റം വരുത്തേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എല്ലാ ആൾക്കാരും തീർച്ചയായിട്ടും അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം മുഴുവൻ അറ്റൻഡ് ചെയ്യുന്നത് പോലെ മുഴുവൻ ആളുകളും പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഓൾസോ ലോട്ട് മെനി പീപ്പിൾസ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓൾസോ ഹിയർ. So let me tell you, for Tamil Nadu, I will be doing the same program in Tamil language, and for Orissa also, if I am planning the same program in Hindi also. So don't worry about that. Ipo இந்த ഈ program வந்து நம்ம மலையாளத்துல தான் பண்ண போறாங்க. தமிழ்நாட்டுக்காக தமிழுக்கு வரும். ஆனா எல்லா ஸ்லைட்ஸும் வந்து இங்கிலீஷ் தான். நீங்க பார்த்தா உங்களுக்கு எல்லாருக்கும் புரியும். ഓക്കെ. സോ എനിവേസ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആദ്യം നമ്മളെ തുടക്ക കാലഘട്ടം എവിടെയാണ് നമുക്ക് തുടങ്ങിയതിന് ശേഷം അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. Let me. So today's program is we will start the session. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 8th വണ്ടർ ഓഫ് ദ വേൾഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്ത് 7 മഹാത്ഭുതങ്ങളാണ് ഉള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തിലെ 8ാമത്തെ മഹാത്ഭുതം എന്താണെന്നുള്ളതാണ്. ഈ മഹാത്ഭുതം എന്താണെന്നുള്ളത്, അതിന്റെ ശരിക്കും എന്തുകൊണ്ടാണ് അതൊരു മഹാത്ഭുതം എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് അറിയണം? നമ്മൾ തുടക്കകാലത്തിലേക്ക് ഒന്ന് പോകണം. ഒരു 73 വർഷം മുമ്പോട്ടേക്ക് പോകണം. നമ്മൾ ഇന്ത്യ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇന്ത്യ, നമ്മളെല്ലാവരുടെയും നാടാണ് ഇന്ത്യ. ഇന്ത്യ എന്താണെന്ന് അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ആ മമ്മൂട്ടിയുടെ ഭാഷയിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്താണെന്ന് അറിയാണ്ട് നമുക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, പിന്നെന്താ സെൻസിറ്റിവിറ്റി വേണം. ഇത് മൂന്നും കറക്റ്റായിട്ട് ഉണ്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള ഒരു നാടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ ഇന്ത്യയെ സ്നേഹിച്ചിട്ടുള്ളത് പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. മുഗളന്മാരും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒന്നും വേണ്ട, ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് വാരി കൊണ്ടുപോകാത്തതായിട്ട് ആരും ഇല്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു ബാക്കപ്പ് മണി വെച്ചിട്ടാണ് പല രാജ്യങ്ങളും ഇന്ന് വലിയ തോതിലുള്ള ബിസിനസ് ശൃംഖലകളാക്കി മാറ്റിയിട്ടുള്ളത്. അതിനൊക്കെ ഏറ്റവും വലിയ കാരണം എന്താണ്? ഇന്ത്യയിലുള്ള സ്വർണം, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന അത്രയും വലിയ സ്വർണ്ണ ഖനികൾ നമുക്ക് ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റെവിടെയും കിട്ടില്ലായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റോണുകൾ, കല്ലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പേള്, എമറാൾഡ്, റൂബി, സഫയർ, ഡയമണ്ട്, നമ്മുടെ മരതകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വില കൂടിയ കല്ലുകളൊക്കെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഏറ്റവും വലിയ വില കൂടിയ സ്റ്റോണുകൾ നമ്മുടെ ഇന്ത്യയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ സ്പൈസസ്, ലോകത്ത് മറ്റെവിടെയും കാണാൻ പറ്റാത്ത ലെവലിലുള്ള ഏറ്റവും വില കൂടിയ ഏറ്റവും ഗുണനിലവാരമുള്ള സ്പൈസസ് ലോകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം ഒരു കാലത്ത് ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണച്ചിറകുള്ള പക്ഷിയാണെന്ന്. എ ബേർഡ് വിത്ത് എ ഗോൾഡൻ വിങ്സ്, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബേർഡ് ആണ് ഇന്ത്യ എന്നായിരുന്നു പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ ഇന്ത്യയെ പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നത്. സോ ഈ ഗോൾഡൻ ബേർഡ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ലണ്ടനിലെ മ്യൂസിയത്തിലുള്ള രാജകുമാരിയുടെ തലപ്പാവിൽ അല്ലെങ്കിൽ കിരീടത്തിനകത്ത് മേലെ വെച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയത് അമൂല്യം എന്ന് പറയുന്ന കോഹിനൂർ രത്നം വരെ സത്യത്തിൽ എവിടെ നിന്നാണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ടേക്ക് അവര് മോട്ടിച്ചുകൊണ്ട് കൊണ്ടുവരിക്കുന്നത്. നമുക്ക് വളരെ അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റും, പക്ഷെ അത് അവർക്ക് അഹങ്കാരത്തോടു കൂടി പറയാൻ സാധിക്കില്ല. സോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ആളുകൾ എല്ലാവരും കൂടി വന്ന് കൂട്ടത്തോടു കൂടി ഇതിൽ നിന്നും എന്താ പറയുക തട്ടിപ്പറിച്ചിട്ടും ചവിട്ടി മെതിച്ചും ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ മറ്റ് നാടുകളിലേക്ക് കൊണ്ടുപോയി അവസാനം ഒരു ദിവസം 1947
ഓഗസ്റ്റ് 15 നമുക്ക് ഇവിടെയുള്ള എല്ലാ സ്വത്തും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ ചോദിച്ച സാധനം നമുക്ക് അവർ തന്നു. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ന്യൂസ് പേപ്പർ കട്ടി നിങ്ങൾക്ക് കണ്ടറിയാം. ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അന്നത്തെ 1947 ഓഗസ്റ്റ് 15 ആ ഒരു കട്ടിംഗ് ആണ് ഇത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ദ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ബർത്ത് ഓഫ് ഇന്ത്യസ് ഫ്രീഡം. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും കാണാം. ആ സമയത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ എഫേർട്ട് തുടങ്ങേണ്ടത്, ഇന്ത്യക്കാരുടെ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോഴാണെന്നാണ് പറഞ്ഞത്. കാരണം ഇതുവരെ ഉള്ളതല്ല, ഇനി അങ്ങോട്ടേക്കാണ് ഇന്ത്യക്കാരുടെ എഫേർട്ട് എന്ന് പറഞ്ഞു. ഈ പേപ്പർ കട്ടിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ തിരയുന്നുണ്ടോ? ഒരാളുടെ ഫോട്ടോ തീരെ കാണുന്നില്ല എന്ന്. പണ്ട് ഒരിക്കൽ ഒരു ട്രെയിനിൽ നിന്നൊരു വക്കീലിനെ ആരൊക്കെയോ ചേർന്ന് നിങ്ങൾ കറുത്തവർഗക്കാരനാണെന്നും പറഞ്ഞ് ഇറക്കി വിട്ടതിന്റെ പേരിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ സംഭവം പൊട്ടി പടർന്നത് ഇന്ത്യയിൽ. അവരൊരിക്കലും വിചാരിച്ചില്ല അദ്ദേഹത്തെ ഇറക്കി വിടുന്ന സമയത്ത് പുള്ളി ആ കോട്ട് ഊരി വെച്ച് ഒരു തുണി എടുത്ത് ഒരു വടിയെടുത്ത് ഇറങ്ങടാ ഇന്ത്യക്ക് പുറത്തുനിന്ന് അവരോട് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരും അന്ന് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ബട്ട് അങ്ങനെ ഒരു വ്യക്തി കൂടെ നമുക്കുണ്ടായിരുന്നു. ആ വ്യക്തിയെ പറ്റി എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ന്യൂസ് പേപ്പറിന്റെ ഫുൾ പേജ് ഞാൻ തപ്പിയെടുത്തപ്പം അതിനകത്ത് താഴെ മൂലക്ക് നിങ്ങൾക്ക് കാണാം മഹാത്മാഗാന്ധിയുടെ ഒരു ചെറിയൊരു ചിത്രവും. അദ്ദേഹം അന്നും എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആർക്കും ഇന്നും പിടിക്കാത്ത അഹിംസയും അല്ലെങ്കിൽ 100% സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെ തന്നെയായിരിക്കും. എനിവേസ് എന്താണെങ്കിലും ആ ഒരു മഹാനെ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എന്തായാലും ഓർത്തേ തീരൂ. കാരണം ഹിന്ദുസ്ഥാൻ ടൈംസും ബാക്കിയുള്ളവർ മറന്നെങ്കിലും നമ്മൾ ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ പാടില്ല. സോ ഇതായിരുന്നു ഇന്ത്യയുടെ 1947 ചരിത്രം. സോ അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രസിഡൻസ് ഉണ്ടായിരുന്നു. 1950 ശ്രീ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരുപാട് പേര് ഇന്ത്യയുടെ പ്രസിഡന്റായി. ഈവൻ എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഓർക്കുന്നത്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഓർക്കുന്നത് ശങ്കർദയാൽ ശർമ്മയുടെ കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. പിന്നീട് KR നാരായണൻ സാറ്, APJ അബ്ദുൽ കലാം സാറ്, പ്രതിഭ പാട്ടീല്, പ്രണബ് മുഖർജി, ഇന്ന് നമ്മുടെ രാംനാഥ് കോവിന്ദ് വരെയുള്ള ഒരു വലിയ നിര തന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാരും അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും എന്നും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് പ്രധാനമന്ത്രിമാർ, നമുക്ക് പ്രൈം മിനിസ്റ്റേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീ ജവഹർലാൽ നെഹ്റു 1947 തന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നു. പിന്നീട് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ദേവഗൌഡ, അടൽ ബിഹാരി വാജ്പേയി, മൻമോഹൻ സിംഗ് തൊട്ട് നമ്മുടെ ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാർ വരെ നമ്മൾ രാഷ്ട്രീയം മറന്ന് ചിന്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ഇന്ത്യയുടെ ഉന്നമനത്തിനായിട്ട് അവരാൽ കഴിയുന്ന കോൺട്രിബ്യൂഷൻ തീർച്ചയായും ഇവരെല്ലാവരും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും നമുക്ക് ചിന്തിക്കേണ്ടത് ഈ 1947 തൊട്ട് 2020 കാലഘട്ടം വരെ, 2021 എന്നാലും കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഒരുപാട് മാറിയിട്ടുണ്ടാവും അല്ലെ? എന്തൊക്കെ മാറ്റങ്ങളാണ്, ഹൗ ഫാർ വി കെയിം, നമ്മൾ എത്ര ദൂരം നമ്മൾ യാത്ര ചെയ്തു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ചിന്തിക്കണം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്ലൈഡുകളൊക്കെ നിങ്ങൾ നല്ലോണം നോട്ട് ചെയ്യണം. കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ കൃത്യമായിട്ട് ഇനി ലാസ്റ്റിലേക്ക് ഈ പ്രോഗ്രാം ചൂട് പിടിക്കുന്ന സമയത്ത് ഈ സ്ലൈഡുകൾ നിങ്ങളുടെ എല്ലാവരും മനസ്സിൽ വേണം, എന്തൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ 1947 തൊട്ട് 2020 വരെ എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. 1947 ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 274 രൂപയായിരുന്നു. ഒരു ഇന്ത്യക്കാരന്റെ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാൽ 274 എന്ന് വെച്ചാൽ പെർ മന്ത് നമ്മൾ കൂട്ടുമ്പോൾ 25 രൂപയാണ് ഒരു വ്യക്തിയുടെ മാക്സിമം ആനുവൽ ഇൻകം ഉണ്ടായിരുന്നത്. അതിപ്പോ 2020 ആയപ്പോഴേക്കും ഒരു വ്യക്തിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 1.35 lakhs 1,30,000 ആയിട്ട് മാറിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 11,000 രൂപയാണ് ഇന്ന് ഇന്ത്യയിലെ ഒരു ആവറേജ് ഒരു വ്യക്തിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അത് ഈ ഡാറ്റയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇത് 2020 ഡാറ്റയാണ്. 2021 ഡാറ്റയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ 1.35 ലക്ഷം എന്നുള്ളത് 1.26 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 11,000 നിന്ന് നമ്മൾ 10,000 കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ വന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യണം. ഓക്കെ, അടുത്തത് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിലോമീറ്റർ മുമ്പുണ്ടായിരുന്നത് 114 ആൾക്കാരായിരുന്നു. ബട്ട് ഇപ്പൊ 2020 ആയപ്പോഴേക്കും അത് 410 ആൾക്കാരായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ ആളുകളുടെ സാന്ദ്രത, തിങ്ങി നിറഞ്ഞ ആളുകൾ താമസിക്കുന്നത് വളരെയധികം കൂടി എന്ന് വേണം നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ. അടുത്തതായിട്ട് ലിറ്ററസി റേറ്റ്, സാക്ഷരത. 1947 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വെറും 18% സാക്ഷരത. ഇന്ന് 2020 ആയപ്പോൾ അതൊരു 78% സാക്ഷരതയിലേക്ക് മാറിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു വലിയ ഗ്രോത്ത് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്പർ ഓഫ് വില്ലേജസ് വിത്ത് ഇലക്ട്രിസിറ്റി. ഗ്രാമങ്ങളിൽ എത്ര ഗ്രാമങ്ങളിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ട്?
1947 3061 ഗ്രാമങ്ങളിലായിരുന്നു ഇലക്ട്രിസിറ്റി ഉള്ളതെങ്കിൽ ഇന്ന് 5,97,464 ഗ്രാമങ്ങളിലും ഇലക്ട്രിസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ത്യയിൽ ഇപ്പോഴും ഇത്രയും ഗ്രാമങ്ങളുണ്ട്. 5,97,464 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇനിയും ഇന്ത്യയിൽ ഒരുപാടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് നമ്പർ ഓഫ് കിഡ്സ് പെർ വുമൺ. ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1947 ആവറേജ് ഒരു സ്ത്രീക്ക് 6 കുട്ടികളോളം ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ അതിപ്പോൾ 2020 ആയപ്പോഴേക്കും 2.2 എന്ന് വെച്ചാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മാക്സിമം 3 കുട്ടികൾ എന്നുള്ള ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കൊന്ന് നമ്മൾ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത്രയും കാലമായിട്ടും 2.2 നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ലാർജസ്റ്റ് സിറ്റി അന്നത്തെ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ 1947 നോക്കിയാൽ ഏറ്റവും ലാർജസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് 46 ലക്ഷം ആളുകളുടെ പോപ്പുലേഷനോട് കൂടിയുള്ള പട്ടണമായിട്ടുള്ള കൊൽക്കത്ത നഗരമായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി 2020 ആയപ്പോഴേക്കും 3 ലക്ഷം ആളുകളുള്ള ഡൽഹി സിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോട്ടൽ കേരളയുടെ പോപ്പുലേഷൻ ഡൽഹി സിറ്റിയിൽ മാത്രം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അടുത്തത് കാർ ഓണർഷിപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ചിന്തിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് അടുത്ത വരാൻ പോകുന്ന സ്ലൈഡുകൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാർ ഓണർഷിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1947 1 ലക്ഷം ആളുകൾ നമ്മൾ സർവേ നടത്തി കഴിഞ്ഞാൽ 41 പേർക്ക് മാത്രമേ കാറുള്ളൂ. എന്നാൽ ഇപ്പം 2020 ആയപ്പോൾ ഇതേ 1 ലക്ഷം ആളുകളുടെ ഇടയിൽ സർവേ നടത്തി കഴിഞ്ഞാൽ 2275 പേർക്കേ കാറുള്ളൂ. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇപ്പോഴും കാർ ഓണർഷിപ്പ്, നമ്മുടെ റഫീഖ് സാർ ഇന്ന് കാർ എടുത്തു, അപ്പൊ ഇത് ചിലപ്പം ഒരു ആളും കൂടി കാണും. എന്നാലും ഞാൻ പറയാ, ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ 2275 ആളുകൾക്ക് ഇന്നും 1 ലക്ഷം ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം പേരിൽ നമ്മൾ സർവേ നടത്തിയാൽ കാർ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഇലക്ട്രിസിറ്റി യൂസ് കിലോ വാട്ട്സ് കണക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഒരു വ്യക്തിക്ക് പെർ ക്യാപിറ്റ ഒരു വ്യക്തിക്ക് 16 കിലോ വാട്ട്സ് ആണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പം ഒരു വ്യക്തി 1181 കിലോ വാട്ട്സ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അടുത്തത് ഹൗ ലോങ് ഇന്ത്യൻസ് ലീവ്, നമ്മുടെ ആയുസ് എത്രത്തോളം ഉണ്ടായിരുന്നു. അത് മുമ്പ് നമ്മുടെ അരവിന്ദ് സാക്കി സാർ വന്ന സമയത്തും പറഞ്ഞ കാര്യമാണ്. 1947 കാലങ്ങളിൽ ഒരു ഇന്ത്യക്കാരന്റെ ആയുസ് എന്ന് പറയുന്നത് 37 വയസ്സായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 69 വയസ്സിലേക്ക് വന്നു. പുതിയ ഡാറ്റാസ് വരാൻ പോകുന്ന തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ ഈ 69 എന്നുള്ളത് ഒരു 75ലേക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഡാറ്റാസ് പറയുന്നത്. അർബൻ പോപ്പുലേഷൻ, നമ്മുടെ പട്ടണങ്ങളിൽ എത്രത്തോളം പട്ടണങ്ങൾ പോപ്പുലേഷൻ ഉണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് 1947 വെറും 17% ആളുകൾ മാത്രമേ പട്ടണങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 35% കൂടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 65% ആൾക്കാരും പട്ടണത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പോഴും 35% ആളുകൾ മാത്രമേ നഗരങ്ങളിൽ വസിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും ഓർക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് വിചാരിക്കും, ഇത്രയും ഗ്രോത്ത് വന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സോ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമുക്കൊരു കണക്കില്ലാതെ വെറുതെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് 4 പേരെ കണ്ടു, ആ 4 പേരും അത്ര ഹാപ്പി അല്ല, അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാർ ഹാപ്പി അല്ലെന്ന് പറയാൻ പറ്റില്ല. ആ 4 പേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതുകൊണ്ട് ഉറപ്പാണ് ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ ഹാപ്പി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പോലും നമുക്ക് എന്തുണ്ട്, ഇന്ത്യയിൽ സർവേ ഉണ്ട്, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് നമുക്കുണ്ട്. നമുക്ക് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് നമ്മൾ ഇന്ത്യക്കാർ എത്രത്തോളം സന്തോഷവാന്മാരാണ് നമുക്ക് നോക്കാം. ഇതിന്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 4 വർഷം പുറകിലോട്ട് പോയിട്ട് ആദ്യം നോക്കാം. 2018 കണക്കാണിത്. 2018 കണക്ക് പ്രകാരം ബ്രസീൽ 28ാമത്തെ റാങ്കിലാണ്, റഷ്യ 59ാമത്തെ റാങ്കിലാണ്, ചൈന 86ാമത്തെ റാങ്കിലാണ്, സൗത്ത് ആഫ്രിക്ക 105ാമത്തെ റാങ്കിലാണ്, ആൻഡ് ഇന്ത്യ 133ാമത്തെ റാങ്കിലാണ്. ആകെ 195 കൺട്രിയിലുള്ള ലോകത്ത് 133ാമത്തെ റാങ്കേ ഇന്ത്യക്ക് വന്നിട്ടുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞറിയാം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പൈസയുള്ള സംസ്ഥാനമായി രാജ്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നിട്ട് പോലും 2018 ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. നമ്മൾ 133ാമത്തെ റാങ്കിലേ ഉള്ളൂ. ഇനി ഇപ്പം 2021 നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ നോക്കാം. 2021 ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യയുടെ റാങ്ക് 133 നിന്ന് 139 കൂടിയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുറകോട്ട് പോയി എന്നാണ് അർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഓരോ വർഷവും ഇന്ത്യക്കാർക്ക് എന്താ വരുന്നില്ല, ഇത്രത്തോളം ഫെസിലിറ്റി കൂടുന്നു, ആളുകൾ കാറ് വാങ്ങുന്നു, എന്തൊക്കെയായിട്ടും ഇന്ത്യയിൽ വീണ്ടും എന്തോ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ആളുകൾ ഇപ്പോഴും 139ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പിന്നോക്കമാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു കാരണം? ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലേക്ക് പോകാം. എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം എന്ന്. 135 കോടി ജനങ്ങൾക്ക് മേലെ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അക്കാര്യത്തിൽ മാത്രം നമ്മൾ എന്നും കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ആരും തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്
പോപ്പുലേഷൻ മാത്രം എല്ലാ വർഷവും കൂടുന്നുണ്ട്. ദ റിയൽ ചാലഞ്ചസ് ഇൻ ഇന്ത്യയിൽ നമുക്ക് ശരിയായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോവർട്ടി ആണോ, ദാരിദ്ര്യമാണോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ സ്വന്തമായിട്ട് വീടും വസ്ത്രമോ ഭക്ഷണമോ ഒന്നും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒരുപക്ഷെ ഇതായിരിക്കുമോ ഇന്ത്യയിലെ ഈ പ്രശ്നം? രണ്ടാമത് ഫുഡ് ആൻഡ് മാൽന്യൂട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരിക്കുമോ ഇന്ത്യയിലെ പ്രശ്നം? ഒരുപക്ഷെ അതായിക്കൂടാന്നുമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പോട്ടെ, 3 നേരം അല്ലെങ്കിൽ 1 നേരം കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാത്ത, അത് കിട്ടാത്തൊരു ജനത ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം. ഒരുപക്ഷെ അതും ആവാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം ഹെൽത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ പോലൊരു മഹാമാരി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു മഹാമാരി ലോകം മുഴുവൻ പടർന്നിട്ടും ഇന്ത്യയിൽ മാത്രം ആണ് ഏറ്റവും കൂടുതൽ ഇതിനു കൊണ്ടുള്ള വിപത്തുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ചികിത്സിക്കാനോ ഇവിടെയുള്ള ആളുകളെ മുഴുവൻ ഈ മഹാമാരിയിൽ നിന്ന് കരകയറ്റാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ ഇതായിരിക്കുമോ ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തതിന്റെ കാരണം? ഇനിയിപ്പം ചില ആൾക്കാർ പറയും ഇതൊന്നുമല്ല, പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ, നമ്മുടെ മതവും പാർട്ടിയാണ് ഇതിനൊക്കെ കാരണം എന്ന്. ബട്ട് ഞാൻ പറയും ഒരിക്കലും അല്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മേലെ പറഞ്ഞ 3 കാര്യങ്ങൾ, ദാരിദ്ര്യവും ഭക്ഷണവും ആരോഗ്യവും, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ കഴിയുന്നെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥിരമായിട്ട് രോഗി ഉണ്ടെങ്കിൽ, ചികിത്സയ്ക്ക് അദ്ദേഹത്തിന് ഒരു ചികിത്സ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ, ഒരാളും പൊളിറ്റിക്സിന്റെ പുറകെയോ റിലീജിയന്റെ പുറകെയോ പോവില്ല. ഈ 3ഉം കുഴപ്പമില്ലാതെ കിട്ടുന്ന ആൾക്കാരാണ് എപ്പോഴും ഇതിന്റെ പുറകെ പോകുന്നത്, പൊളിറ്റിക്സിനും റിലീജിയനും പുറകെ. എന്റെ മതമാണ് അല്ലെങ്കിൽ എന്റെ പാർട്ടിയാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയാ അവരാ. വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഇതിന്റെ പുറകെ പോവില്ല. സോ നോട്ട് എക്സാക്ട്ലി, ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. ഓൾ ദീസ് ആർ ഡിസാസ്റ്റേഴ്സ് കോസ്ഡ് ബൈ വൺ പ്രോബ്ലം. ഇതെല്ലാം എന്താണ്, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ഒരു വലിയ പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് ആണ്, അതുകൊണ്ട് ഉണ്ടാവുന്ന ഭീകരതയാണ്. അതെന്താണ്, മറ്റൊന്നുമല്ല, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായ ഡാറ്റാ സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ ഒരൊറ്റ വർഷത്തെ ഒരു ഗ്രാഫാണ്, നിങ്ങൾക്ക് എല്ലാവരും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ 2020 മാർച്ച് തൊട്ട് ഏപ്രിൽ 2021 വരെയുള്ള കാലഘട്ടത്തിലെ ഈ ഗ്രാഫ് നോക്കൂ. നമ്മളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 23-ൽ നിന്ന് ഉണ്ടായിരുന്നത് കുറഞ്ഞ് താഴോട്ടേക്ക് ഒഴുകി 7.13 വന്നിരിക്കുകയാണ്. 23-ൽ നിന്ന് 7.13 ഡീഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സത്യത്തിൽ ഇത്രയും ആളുകൾക്ക് ജോലി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ പുവർട്ടി ആണെങ്കിലും നമ്മുടെ മാൽന്യൂട്രീഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും ഈ പറഞ്ഞ ഏത് കാര്യമാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും അധികം യൂത്ത് പോപ്പുലേഷൻ ഉള്ള നാടാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലുത്. നിങ്ങൾ ചിന്തിക്കണം, എന്നുവെച്ചാൽ യൂത്തന്മാരുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. നിങ്ങൾ താഴെ ഒരു ഗ്രാഫ് കാണുന്നുണ്ടാവും. ഇത് 1950 തൊട്ട് 2050 വരെയുള്ള ഒരു പ്രഡിക്ഷനും കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള ഇന്ത്യയിലെ യുവാക്കളുടെ പോപ്പുലേഷൻ ലിസ്റ്റുമാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ആ പച്ച നിറത്തിലുള്ളതും ആ സ്കൈ ബ്ലൂ ഉള്ളതും ആ ഓറഞ്ച് കളറിലുള്ളതും നിങ്ങൾക്ക് ഈ 1950 തൊട്ടിട്ട് 2050 വരെയുള്ള കാലഘട്ടങ്ങളിൽ അതിന് മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാം. ബട്ട് ആ നീല കളറുള്ളത് മാറ്റം 1950-ലും ഇങ്ങനെ തന്നെയാണ്. ഇനി 2050 ആവുന്ന സമയത്തും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് എന്താ പറയുക UN പോപ്പുലേഷൻ ഡിവിഷൻ പറയുന്നത്. ഇതിനെപ്പറ്റി കണക്കെടുക്കുന്ന ആൾക്കാർ പറയുന്നത് ആ നീല കളറുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂത്ത് പോപ്പുലേഷൻ ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇനി വരാൻ പോകുന്ന 2050 ആകുമ്പോഴും ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. എവറി ഇയർ 35 lakhs കംപ്ലീറ്റ് ദർ എഡ്യൂക്കേഷൻ. ഓരോ വർഷവും 35 ലക്ഷം ആളുകൾ, എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ചെറിയ കുട്ടികളും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരില്ല, പ്രായമായിട്ടുള്ള ആൾക്കാർ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരില്ല. ജോലി ആർക്കാ വേണ്ടത്? എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന യൂത്തന്മാർക്കാണ് നമുക്ക് ജോലി വേണ്ടത്, അല്ലേ? സോ നമ്മൾ നോക്കേണ്ടത് ഓരോ വർഷവും 35 ലക്ഷം ആൾക്കാർ പഠനം കഴിഞ്ഞ് ജോലിക്കായിട്ട് വരുന്നു. ഈ പറഞ്ഞ മുഴുവൻ 35 ലക്ഷം ആൾക്കാർക്ക് എന്ത് വേണം? അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. ബട്ട് ഹൗ മെനി ഈസ് ഗെറ്റിംഗ് എ ജോബ്? എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്? 35 ലക്ഷം ആൾക്കാർക്ക് ഒരു വർഷം ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? ഇതിന്റെ എന്താ പറയാ റീസൺ എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് 35 ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല? നമുക്ക് അതിന്റെ റീസൺ ഒന്നുകൂടി നോക്കാം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഫസ്റ്റത്തെ കാര്യം പോപ്പുലേഷൻ ഗ്രോത്ത്. ഇന്ത്യയിലുള്ള ജനപ്പെരുപ്പം ഒരു വലിയ റീസൺ ആണ്. കാരണം നിങ്ങൾ നോക്കൂ, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. 1951 തൊട്ടിട്ടുള്ള ഗ്രാഫാണത്.
ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. 2075 ആവുമ്പോഴാണ് ഇതിൽ ആകപ്പാടെ ചെറിയൊരു ഡീഗ്രോത്ത് എങ്കിലും വരുന്നത്. എല്ലാ വർഷവും ഇന്ത്യയുടെ ഗ്രോത്ത്, പോപ്പുലേഷൻ ഗ്രോത്ത് ഇതേപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ഈവൻ നമ്മുടെ എല്ലാവരുടെയും കാലഘട്ടത്തിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇതേ ഗ്രോത്ത് തന്നെ പ്രതീക്ഷിക്കാം വരാൻ പോകുന്ന കാലത്തും. ആകപ്പാടെ 2100 ആകുമ്പോഴാണ്, എന്ന് വെച്ചാൽ ബലൂൺ വീർപ്പിച്ച് പൊട്ടാൻ നേരത്താണ് ഏതൊക്കെയോ ഭാഗത്തുനിന്ന് ചെറിയ തോതിൽ കാറ്റ് പോകുന്നത്. ബാക്കി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഗ്രോത്ത് ആണ് നമ്മുടെ പോപ്പുലേഷൻ കാണുന്നത്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ മേലൊരു പച്ച ലൈൻ പോകുന്നത് കാണാം. സത്യത്തിൽ ഈ പച്ച ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണ്. ഇന്ന് ഇന്ത്യയിലുള്ള ആളുകൾക്കെല്ലാം കൃത്യമായിട്ട് ജോലി, ഈ 35 ലക്ഷം ആളുകൾക്കും ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ സത്യത്തിൽ പോപ്പുലേഷൻ റേറ്റ് ഇവിടെയല്ല നിൽക്കേണ്ടത്, അതിതാ ഏറ്റവും താഴെ ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പഠിച്ച് പാസ്സായിട്ട് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ജോലി കിട്ടാനുള്ള വകുപ്പുള്ളൂ എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നില്ല, നമുക്ക് മുഴുവൻ ആളുകൾക്ക് ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു കാലഘട്ടം നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. Every year 5 crore apply for government job and only 2 to 3 lakhs getting the job. ഓരോ വർഷം 5 കോടി ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗവൺമെന്റ് ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. 5 കോടി ആളുകൾ ഓരോ വർഷവും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ 2-3 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് ഗവൺമെന്റ് ജോബ് ലഭിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലൈക്ക് ദിസ് എവറി ഇയർ അൺഎംപ്ലോയ്മെന്റ് ഈസ് ഇൻക്രീസിങ്. ഓരോ വർഷവും ഇത്തരത്തിൽ എന്താവുന്നു, അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. കാരണം 2-3 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കോടിക്കണക്കിന് ജനത പിന്നെയും ബാക്കിയാണ്. അവർക്കൊക്കെ എന്താ ചെയ്യുന്നത്, ഓരോ വർഷം ഇവർ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. A study says that ആർമിയിൽ 80% കട്ട് ഓഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം പല ആളുകൾക്കും ആർമിയിൽ പോയി ചേരുന്നത് രാജ്യസേവനം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ആദ്യം ദാരിദ്ര്യം തന്നെയാണ്. വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, എങ്ങനെയെങ്കിലും കരകയറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പലരും ഇന്ന് ആർമിയിൽ പോയി ചേരുന്നത്. സോ അവസാന ആശ്രയം എന്ന് പറയുന്ന ആർമി പോലും ഇപ്പൊ എന്താണ് കഥ, ഏകദേശം 80% ആളുകൾ ആർമിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.35 ലക്ഷം ഓരോ വർഷവും ഇനി ആർമിയിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് ആവുമെന്നാണ് പറയുന്നത്. കാരണം ആർമിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ വലിപ്പം കൂടിയതുകൊണ്ട് ആ എമൗണ്ട് അവർക്ക് സർവീസിന് വേണ്ടി ചെലവാക്കി കഴിഞ്ഞാൽ ഉള്ള ആളുകൾക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ട സാമഗ്രികൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ബട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുഴുവൻ ആൾക്കാരെ അവർക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. കാരണം അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാക്കിയുള്ള ഭാഗത്തു നിന്നുള്ള ആക്രമണം നമ്മൾ ഇന്ത്യ നേരിടേണ്ടി വരും. സോ അതുകൊണ്ട് കുറച്ചായിട്ട് ആർമിയിൽ നിന്നുള്ള അട്രീഷൻ റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ടെക്നോളജി ചേഞ്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം, നമുക്ക് എല്ലാവർക്കും അറിയാം എവരിബഡി ഈസ് അഡിക്റ്റഡ് ടു ടെക്നോളജി. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് നടക്കണം. ആരും ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് അല്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് ഒരു ബാങ്കിൽ പോയി പൈസ എടുക്കണമെങ്കിൽ മുമ്പിൽ ഒരു ATM കൗണ്ടർ ഉണ്ടെങ്കിൽ ഒരാളും എനിക്ക് ബാങ്കിൽ ക്യൂ നിന്നിട്ട് തന്നെ പൈസ എടുക്കണം എന്ന് ആരും പറയില്ല, ATM പൈസ എടുക്കുള്ളൂ. നമുക്ക് ഒരാൾക്ക് കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുള്ളൂ, ആരും നേരിട്ട് കൊണ്ടേ കൊടുക്കാറില്ല ഇപ്പം. കാരണം അതാണ് ഏറ്റവും എളുപ്പം, എല്ലാം ഓട്ടോമാറ്റിക്കായി. നമുക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IRCTC ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നേരിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റിസർവേഷൻ കൗണ്ടറിൽ ക്യൂ നിന്നിട്ട് എടുക്കുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പെട്ടെന്നാവണം. ഇന്ന് പണ്ടൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീനൊക്കെ പറയുന്നത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്മാരെക്കാളും എളുപ്പത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കമ്പ്യൂട്ടറും ടെക്നോളജിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറും ടെക്നോളജി ഉപയോഗിക്കുന്നത് മനുഷ്യന്മാർക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചെയ്യാതെ അതുപോലും കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വരാൻ പോകുന്ന കാലത്ത് ടെക്നോളജി വലിയ തോതിലാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുമോ, ഇപ്പൊ പുതിയ ടെക്നോളജി വന്നിട്ടുള്ളത്, നമ്മൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും കുട മറക്കാറുണ്ട്. എവിടെയെങ്കിലും പോയി നമ്മൾ മറന്നു വെക്കും, വീട്ടിൽ നിന്ന് എടുക്കാൻ മറക്കും. അല്ലെങ്കിൽ പലപ്പോഴും എന്തുകൊണ്ടാണ് മറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുട മറക്കുന്നത്. മഴയുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മിച്ചെടുക്കും. സോ ഇനി മുതൽ നമ്മുടെ കുട നമ്മളോട് സംസാരിക്കും, ഇന്ന് എന്നെ കൊണ്ടുപോകണ്ട, ഇന്ന് മഴ പെയ്യില്ല. വെതർ ഫോർകാസ്റ്റിംഗ് നമ്മുടെ കുടയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓൾറെഡി ആ ടെക്നോളജി വന്നു കഴിഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളുടെ പ്ലേറ്റ്, നമ്മൾ ഒരു പ്രത്യേക പ്ലേറ്റിനകത്തേക്ക് നമ്മൾ ഫുഡ് ഇടുന്ന സമയത്ത് ആ ഫുഡ് നമ്മളോട് ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കും, നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഇത്രയും കലോറി ഉണ്ട്, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കിലോ കൂടി വെയിറ്റ് കൂടും, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല, നിങ്ങൾ ഡയബറ്റിക് ആണ്, നിങ്ങൾ ഇത് കഴിക്കാൻ പാടില്ല എന്ന് പ്ലേറ്റ് നമ്മളോട് പറയും. അങ്ങനത്തെ ടെക്നോളജി വന്നു കഴിഞ്ഞു. ഇപ്പൊ അതാ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ആമസോണിന്റെ വേസ്റ്റ് ബിൻ. നമ്മൾ വേസ്റ്റ് ബിൻ ആമസോണിന്റെ വാങ്ങിച്ച് നമ്മൾ അതിനകത്തേക്ക് നിങ്ങളുടെ വീട്ടിലുള്ള പുട്ടുപൊടിയോ അല്ലെങ്കിൽ എന്താ പറയുക ചമ്മന്തിപ്പൊടി എന്തെങ്കിലും തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലി കവർ നിങ്ങൾ ആ ഡസ്റ്റ്ബിന്നിലേക്ക് ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് ആമസോൺ നിങ്ങൾക്ക് സ്പോട്ടിൽ മെസ്സേജുകൾ അയക്കും, നിങ്ങളുടെ വീട്ടിലെ പുട്ടുപൊടി തീർന്നു. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയ ഏറ്റവും നിങ്ങളുടെ
ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഈ 4 തരത്തിലുള്ള പുട്ടുപൊടി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും. നിങ്ങൾ വെറും ആ ഒരു കാരി പാക്കറ്റ് ആ ഒരു ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ടാൽ മാത്രം മതി. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റ് പോലും ഇനി കമ്പ്യൂട്ടർ ആയിരിക്കും തീരുമാനിക്കാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന മുഴുവൻ കാലത്തും എന്താണ്, നമുക്ക് ഈ കമ്പ്യൂട്ടറും മെഷീനറീസും തന്നെയായിരിക്കും കാരണം. അതിന് വേറൊരു കാര്യം നമുക്ക് എടുത്തു പറയാനുള്ളത്, 10 എംപ്ലോയിക്ക് പകരം നമുക്കൊരു മെഷീൻ വെച്ചാൽ മതി. അതാണ് അതിന്റെ മറ്റൊരു സീക്രട്ട്. കാരണം എന്താ, ഫാസ്റ്റ് പ്രൊഡക്ഷൻ. നമുക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ 1 കോടി രൂപ സാലറി കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ജോലി ചെയ്യുന്ന കപ്പാസിറ്റിക്ക് ഒരു അതിരുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒരാളെ കൊണ്ട് അയാൾക്ക് അഫോർഡബിൾ അല്ല, അയാൾക്ക് പറ്റില്ല, അയാളുടെ ആരോഗ്യസ്ഥിതി അയാളെ കൊണ്ട് സമ്മതിക്കില്ല. എത്ര കാശ് കൊടുത്താലും ഇത്ര ജോലി അയാൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് എന്ത് പറ്റും, മെഷീൻ അങ്ങനത്തെ പ്രശ്നമില്ല, മെഷീൻ എത്ര വേണമെങ്കിലും ജോലി ചെയ്തോളും. സോ നമുക്ക് എന്ത്, ഫാസ്റ്റ് പ്രൊഡക്ഷൻ, നമുക്ക് എത്ര വേണമെങ്കിലും പ്രൊഡക്ഷൻ പറ്റും. നോ ഹോളിഡേയ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ആളുകൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ലീവാണ്, എനിക്ക് കല്യാണമുണ്ട്, പെങ്ങളുടെ ബർത്ത്ഡേ ഉണ്ട്, നമുക്ക് വിഷു ഉണ്ട്, ക്രിസ്മസ് ഉണ്ട്, നവരാത്രി ഉണ്ട്, നമുക്ക് എല്ലാത്തിനും എന്ത് വേണം, ഹോളിഡേ വേണം. മെഷീൻസ് ഒന്നിനും ഹോളിഡേ, ആരും ഹോളിഡേ ചോദിക്കാറില്ല. അതുകൊണ്ടും ലാഭം മെഷീൻസ് ആണ്. നോ സാലറി. മെഷീൻസിന് നമുക്ക് ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ. പിന്നീട് എന്ത് ചെയ്യേണ്ട, നമ്മൾ എല്ലാ മാസം സാലറി കൊടുക്കുന്ന പ്രശ്നം വരുന്നില്ല. ഒരു മെഷീനും കൊടിയും പിടിച്ചിരുന്നിട്ട് എനിക്ക് ഇൻക്രിമെന്റ് വേണമെന്ന് പറയാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മെഷീൻസിനായിരിക്കും ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ആക്യുറസി ആൻഡ് നോ ഫോൾട്ട്. കൃത്യമായിട്ടുള്ള, നമ്മളൊരു സോപ്പ് കട്ട ഉണ്ടാക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള ആക്യുറസി ഉണ്ടാവില്ല. ബട്ട് ഒരു മെഷീൻ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് 100% നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്താൽ 100% ആക്യുറസി ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ കിട്ടും. പിന്നെ നോ ഫോൾട്ട്. ഒരിക്കലും എന്ത് ചെയ്യില്ല, മെഷീൻ നമുക്ക് ഫോൾട്ട് ഉണ്ടാക്കാറില്ല. തീർച്ചയായും എന്താണ്, നമുക്കിപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു എംപ്ലോയി ആയിട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എംപ്ലോയി വന്നിട്ട് നമ്മൾ ചീത്ത പറഞ്ഞാൽ നമ്മൾ എന്താക്കും, ആ എംപ്ലോയി അവിടെയുള്ള പൈസയ്ക്ക് എടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് മെഷീൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. മെഷീൻ തെറ്റുകൾ ചെയ്യില്ല. കൃത്യമായിട്ട് നമ്മുടെ ഒബീഡിയന്റ് ആയിട്ട് നമ്മുടെ പറയുന്ന കാര്യങ്ങൾ മെഷീൻ ചെയ്യും. സോ വരാൻ പോകുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ പ്രവൃത്തിയും നമുക്ക് നടക്കാൻ പോകുന്നത് മെഷീനുകളിലൂടെയായിരിക്കും. സോ ഇതും തീർച്ചയായിട്ടും എന്താണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂട്ടാനുള്ള കാരണമാണ്. ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽ പ്രോബ്ലം അടുത്തതായിട്ട് വരുന്ന വലിയൊരു പ്രശ്നമാണത്. Only updated with new technology will find the best job. നമ്മുടെ പുതിയ ടെക്നോളജിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി മുതൽ നല്ല ജോലി സാധ്യത ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണത്. രണ്ട് പിക്ചറിലുള്ളതും പഠിക്കുന്ന ഒരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ്. ചില കുട്ടികൾ സ്ലേറ്റിൽ നമ്മൾ സാധാരണ ചോക്ക് കൊണ്ട് എഴുതി പഠിക്കുന്നു, ചില കുട്ടികൾ ടാബ് കൊണ്ട് എഴുതി പഠിക്കുന്നു. ഈ 2 കുട്ടികളും അവരുടെ പഠനകാലം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് 2 പേർക്കും കിട്ടാൻ പോകുന്ന ഒരേ സർട്ടിഫിക്കറ്റ് ആണ്. തീർച്ചയായും 2 പേരും ഒരേപോലെ ക്വാളിഫൈഡ് ആണ്. ബട്ട് അവരുടെ സ്കില്ല് വ്യത്യാസം ഉണ്ടാവും. ഈ 2 കുട്ടികളിലും ജോലി സാധ്യത ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇടതുഭാഗത്ത് കാണുന്ന ആ ടാബ് ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും ആളുകൾ എപ്പോഴും അപ്പോയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം എന്താണ്, അവർ കുറച്ചുകൂടി സ്കിൽഡ് ആണ്, അവർക്ക് പുതിയ ടെക്നോളജി അറിയാം. ഒരേ സർട്ടിഫിക്കറ്റ് കൊണ്ട് സ്കില്ലുള്ള ആളും സ്കില്ലില്ലാത്ത ആളും വരുന്ന സമയത്ത് എന്താവും, തീർച്ചയായും ആളുകൾ സ്കില്ലുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്യുകയും സ്കില്ലില്ലാത്ത ആൾക്ക് എത്ര വലിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു ജോലി ഇല്ലായ്മ ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ട. Not all educated people, but only quality educated people will get the job in future. വരാൻ പോകുന്ന കാലത്ത് എല്ലാ പഠിച്ച ആളുകൾക്കും കിട്ടില്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകൾക്ക് മാത്രമേ എന്ത് കിട്ടൂ, ജോലി കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഡസ്ട്രി കാണ്ട് അഫോർഡ് ദ മെയിൻ്റെനൻസ് കോസ്റ്റ്. അടുത്ത 4ാമത്തെ കാര്യം, നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഇൻഡസ്ട്രികൾ വരാറുണ്ട്. ഫ്രം ഇലക്ട്രിസിറ്റി ബിൽ ടു ലേബർ കോസ്റ്റ് ടു GST. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഇൻഡസ്ട്രി നടത്തി വിജയിപ്പിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഇൻഡസ്ട്രി നടത്താൻ വേണ്ടി അത്രയും കോസ്റ്റ് ആണ്. പണ്ടത്തെ ആൾക്കാർക്ക് ഒരു AC ഇല്ലാതെ സാധാരണ ഫാൻ വെച്ച് കഴിഞ്ഞാൽ ലേബേഴ്സ് വർക്ക് ചെയ്യും. ഇന്ന് ലേബർ എന്ത് പറയും, അയ്യോ എനിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, എനിക്ക് AC വേണം, AC ഇല്ലാതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. സോ തീർച്ചയായിട്ടും അദ്ദേഹം AC യൂസ് ചെയ്തേ പറ്റൂ. ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, ലേബർ ചാർജ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എന്താ പറയാ, അവരുടെ സർവീസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാശ്, ഇതൊക്കെ പണ്ടത്തേക്കാൾ എത്രയോ കൂടിയിരിക്കുകയാണ്. GST, ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള പ്രഷർ, ഇതെല്ലാം വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രി നമ്മൾ വർക്ക് ചെയ്യിച്ച് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്, നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലേ ഒരു ഇൻഡസ്ട്രി നടക്കുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും കിട്ടുന്നത് കുറവാണെങ്കിൽ ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോവും. കണക്കുകൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് പെർ ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട് 6.8 lakhs companies are closing per year. ഇന്ത്യയിൽ 6.8 ലക്ഷം ഇൻഡസ്ട്രീസ് ഓരോ വർഷവും പൂട്ടിപ്പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ത്യയിൽ ഇത്രയും ഇൻഡസ്ട്രീസ് വരുന്നുണ്ടോ? 6.8 ലക്ഷം ഇൻഡസ്ട്രീസ് പൂട്ടിപ്പോകുന്നു ഓരോ വർഷവും. നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്, ഇൻഡസ്ട്രി പൂട്ടിപ്പോകുന്ന സമയത്ത് ആ ഇൻഡസ്ട്രി തുടങ്ങിയ ആൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്, 3.6 കോടി ജനങ്ങളാണ് ഓരോ വർഷവും എന്ത് നഷ്ടപ്പെടുന്നത്, ജോലി നഷ്ടപ്പെടുന്ന ഇന്ത്യയിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ.
3.6 കോടി, ഈ പറഞ്ഞ പോലെ 6.8 ലക്ഷം ഇൻഡസ്ട്രി പൂട്ടുന്ന സമയത്ത് ഇത്രയും ആളുകൾ വഴിയാധാരമാണ്. ഇവർക്ക് അടുത്തതായിട്ട് നോക്കാൻ എന്തുണ്ട്? ജോലിയില്ല. സോ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്, അണ്ടർ എംപ്ലോയ്മെന്റ്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, ഇതാണോ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റിംഗ് റെഡി ടു ഡു എ ജോബ് ബിലോ ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് എ പേഴ്സൺസ് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ് ഓർ സ്കിൽസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ സ്കില്ലോ നോക്കാതെ എന്തെങ്കിലും ജോലി, കിട്ടുന്ന ജോലിക്ക് ആളുകൾ കയറുക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ പേഴ്സൺ ഗെറ്റിംഗ് റെഡി ടു ഡു എ ജോബ് ഓഫ് 50,000 in 15,000 per month. 50,000 രൂപ ശരിക്കും കിട്ടേണ്ട ഒരു ജോലി, ഒരു ക്വാളിറ്റി പേഴ്സന്റെ ഒരു ജോലി, അദ്ദേഹം എത്ര രൂപയ്ക്ക് തയ്യാറാവുന്നു? 15,000 രൂപ തന്നാലും സാറേ ഞാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യയിലുണ്ട്. സോ അതുകൊണ്ട് എന്തായി, അങ്ങനെ ഒരാൾ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര വലിയ പ്രൊഫഷൻ ആണെങ്കിലും 15,000 രൂപയ്ക്ക് എൻ്റെ അടുത്ത് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായും 50,000 കൊടുത്ത്, സാലറി കൊടുത്ത് അതേ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ പൈസ വെട്ടിക്കുറയ്ക്കും. കാരണം 15,000 ചെയ്യാൻ ആൾക്കാരുണ്ടോ എന്ന് പറയും. ഒരു ഡോക്ടർ ഒരു കമ്പൗണ്ടർ വേല ചെയ്യാൻ വേണ്ടി തയ്യാറാവാണ്. കാരണം ഒരു കമ്പൗണ്ടർ വെക്കാനുള്ള പൈസ ഇല്ല അവരുടെ അടുത്ത്. അതുകൊണ്ട് ഒരു കമ്പൗണ്ടർ വേല ചെയ്യാൻ ഡോക്ടർ റെഡിയാണ്. ഒരു എഞ്ചിനീയർ, ഒരു സാധാരണ ഒരു മേസ്ത്രിയുടെ പണി ചെയ്യാൻ വേണ്ടി എഞ്ചിനീയർ തയ്യാറാവാണ്. കാരണം അവർക്ക് ജീവിച്ചു പോണ്ടേ. ഇങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറുടെ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഓൾറെഡി മേസ്ത്രി ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ വകുപ്പ് എന്താണ്? അവരൊക്കെ ആരെങ്കിലും എടുക്കുമോ? കാരണം ഇവിടെ ഡോക്ടർമാർ റെഡിയാണ് ഈ പണി ചെയ്യാൻ. പിന്നെ എനിക്ക് നിങ്ങൾ എന്തിനാന്ന് ചോദിക്കും. സോ ഈ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാര്യവും ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു വിപത്താണ്. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി ഇൻ ദിസ് പാൻഡമിക് സീസൺ, ഈ ഒരു പാൻഡമിക് സീസണിൽ ഓൾ ജോബ്സ് ആൻഡ് പ്രൊഫഷൻസ് യു ക്യാൻ ഫൈൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ മുഴുവൻ ആൾക്കാരും എന്ത് പണി ചെയ്യാൻ വേണ്ടിയിട്ടും തയ്യാറായിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നോക്കൂ, ഇപ്പൊ ഇതിന്റെ ഒരു നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള അണ്ടർ എംപ്ലോയ്മെന്റിലെ ആൾക്കാർ പോകുന്നതിന്റെ ഒരു ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ആൾക്കാർ പോയിട്ട് ഇതാ എല്ലാവരും ഈ ലെവലിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഏറ്റവും അടിയിലെ ഈ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ 50,000 കിട്ടേണ്ട ആൾക്കാരൊക്കെ 15,000 രൂപയിൽ സാറ്റിസ്ഫൈ ആവുന്നതാണ് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. ഡു യു തിങ്ക് ദിസ് സിനാരിയോ വിൽ ചേഞ്ച്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ചേഞ്ച് ആവാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും. കാരണം എന്താ, നമ്മുടെ യൂത്തന്മാരുടെ എണ്ണം ഇന്ത്യയിൽ എന്താവാൻ പോകുന്നില്ല, ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്ന് ഡാറ്റാസ് പറയുന്നുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരിക്കലും കുറയാൻ പോകുന്നില്ല എന്ന് ഡാറ്റാസ് പറയുന്നുണ്ട്. ടെക്നോളജി ഇന്ത്യയിൽ ഇനിയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഡാറ്റാസ് പറയുന്നുണ്ട്. സോ ഇത് ഇങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും നമ്മുടെ ഇന്ത്യക്ക് ഒരു ഗുണം പിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കൂടുമെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്തുള്ള വേറൊരു എന്താ പറയുക, ഒരു ട്രയാങ്കിൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ തോതിൽ വിജയിച്ചിട്ടുള്ള ആളുകളൊക്കെ, അത് ബിൽഗേറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ആമസോണിന്റെ ഓണർ ജെഫ് ബെസോസ് ആയിക്കോട്ടെ, മാർക്ക് സുക്കർബർഗ് ആയിക്കോട്ടെ, ഫേസ്ബുക്കിന്റെ ഓണർ നമ്മുടെ ബറാക് ഒബാമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിക്കോട്ടെ, ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻഡസ്ട്രി ഉണ്ട് ഇന്ത്യയിൽ 21ാം നൂറ്റാണ്ട് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രി വരുമെന്ന് ഇവരെല്ലാവരും ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രി മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ സ്വന്തം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി ജനങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ജോലി വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് അവരുടെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ മുഴുവൻ ആളുകൾക്കും ജോലി വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ, അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, വുമൺ എംപവർമെന്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ഇന്ത്യൻ ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫിക്കിയും അതേപോലെ തന്നെ KPMG പോലുള്ള ഇൻഡസ്ട്രിയെ പറ്റി പഠനം നടത്തുന്ന ആൾക്കാരും 100% പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 21ാം നൂറ്റാണ്ടിൽ ഒരു 2020 കാലഘട്ടം ആകുമ്പോഴേക്കും ഏറ്റവും വലിയൊരു ഗ്രോത്ത് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം അവരെല്ലാവരും പ്രിഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് അവർ പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ 21ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇത് പീപ്പിൾസ് ബിസിനസ്, മനുഷ്യന്മാരുടെ ബിസിനസ് ആയിട്ട് ആളുകൾ ഏറ്റെടുത്തു. കാരണം എന്താ, ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ മുമ്പത്തെ സ്ലൈഡുകളിലേക്ക് ഒന്ന് തിരിച്ച് ചിന്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻഡസ്ട്രിക്ക് ഒന്നും വരാനില്ല. കാരണം എന്താണ്, ഈ ഒരു ഇൻഡസ്ട്രി മനുഷ്യന്മാർക്ക് മാത്രമേ ഇൻഡസ്ട്രി ചെയ്യാൻ പറ്റൂ. ഒരിക്കലും ടെക്നോളജിക്കോ കമ്പ്യൂട്ടറിനോ ഇൻഡസ്ട്രി ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. സോ 100% നമുക്ക് എന്താക്കാം,
വിശ്വസിക്കാം ഇന്ത്യയിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വലിയ ഗ്രോത്ത് ഉണ്ടാവുമെന്ന്. രണ്ടാമത്തെ കാര്യം, യുവാക്കൾ എത്ര യുവാക്കൾ പഠിച്ചിറങ്ങി, 35 ലക്ഷമല്ല 35 കോടി യുവാക്കൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ പോലും ആ മുഴുവൻ ആൾക്കാർക്കും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒരേ സമയത്ത് കൊടുക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമാണ്. ഇനി പോപ്പുലേഷൻ ആയിക്കോട്ടെ, ആളുകൾക്ക് ജോലി ഇല്ലാത്തതായിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഏതൊരു ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഇൻഡസ്ട്രി മുഴുവൻ ആളുകൾക്ക് എന്ത് സംഭവിക്കും, ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുകൾക്ക് ജോലി വാഗ്ദാനം ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല 21ാം നൂറ്റാണ്ടിൽ വലിയൊരു റെവല്യൂഷൻ, ഒരു വിപ്ലവം തന്നെയാണ് ഈ ഇൻഡസ്ട്രി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് വെറുതെ പറയുന്ന സമയത്ത് ആളുകൾക്ക് വിശ്വസിക്കില്ല, ബട്ട് ഡാറ്റ ഈസ് ഓൾസോ സെയിം ദ സെയിം. ഇന്ന് IT ഇൻഡസ്ട്രി ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിലും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് പുറകെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ 2020-21 കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ഗ്രോത്ത് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു പ്രൊഡിക്ഷൻ കൂടി പറയുന്നത് വരാൻ പോകുന്ന 2025 കാലഘട്ടമാകുമ്പോൾ, വരാൻ പോകുന്ന 3 വർഷ കാലഘട്ടം കൊണ്ട് ഏറ്റവും അധികം ആളുകൾ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ പോകുന്ന 65,000 കോടി ബിസിനസ് ഈ ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെപ്പറ്റി പഠനം നടത്തുന്ന എല്ലാ വിദഗ്ധരും. സോ നമ്മളെല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. 2019 ഡാറ്റാസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഈ ഡാറ്റ പ്രകാരം ഇന്ത്യ മൂവ്സ് ഇൻ ടോപ്പ് 15 ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റ് ഇൻ ഗ്ലോബലി. ഇന്ത്യയിലെ ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാവാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയാവാം, ഇന്ത്യയിലെ ആളുകളുടെ അണ്ടർ എംപ്ലോയ്മെന്റിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാവാം, ഇന്ത്യ കഴിഞ്ഞ 2019 കാലഘട്ടങ്ങളിൽ ഫസ്റ്റ് ടൈം ഇൻ ദ ഡയറക്ട് സെല്ലിംഗ് ഹിസ്റ്ററി in 2019 India grown in 15th rank from 19th in 1 year. ഒരേ ഒരു വർഷം കൊണ്ട് ടോപ്പ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും അധികം റിസ്ക് ഉള്ള എന്ന് വെച്ചാൽ മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള കൺട്രീസ് ആയിരിക്കും ആദ്യത്തെ 20 എണ്ണം. അതിൽ ഒരു കൺട്രി ഒരേ ഒരു വർഷം കൊണ്ട് 4 കൺട്രീസിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 19ൽ നിന്നും 15ാമത്തെ റാങ്കിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊണ്ടുവരാൻ പോകുന്ന വിപ്ലവം എത്രത്തോളം ആയിരിക്കും എന്ന്. അടുത്ത ഡാറ്റ എന്താണ് പറയുന്നത്, amongst the top 20 market of direct selling in India showing the highest growth. നമ്മുടെ ആദ്യത്തെ ഏറ്റവും 20 മാർക്കറ്റ്, ടോപ്പ് 20 മാർക്കറ്റ് ഡയറക്ട് സെല്ലിംഗ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് കാണിക്കുന്ന കൺട്രി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ്. ഇന്ത്യ ഗ്രോൺ ടു 6th റാങ്ക് ഇൻ ദ നമ്പർ ഓഫ് ഡയറക്ട് സെല്ലേഴ്സ്. ടോട്ടൽ ഈ ഡയറക്ട് സെല്ലേഴ്സിന്റെ എണ്ണം നമ്മൾ കൂട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്ത്യ ലോക രാജ്യങ്ങളിൽ 6ാമത്തെ ഇടം 2019 തന്നെ വന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. IDSA confirms India will be in top 5 within the 2 to 3 years. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 കാലഘട്ടം ആകുമ്പോഴേക്കും ഏകദേശം ഇന്ത്യ എന്ന് പറയുന്നത് ആദ്യത്തെ 5 ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന കൺട്രികളിൽ ഒരു കൺട്രിയായി മാറുമെന്നുള്ളതാണ് ഓൾറെഡി ഇതിന്റെ പ്രഡിക്ഷൻ നടന്നിരിക്കുന്നത്. 100% 2019 അങ്ങനെ പ്രഡിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന 2021, 22, 23 ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇന്ത്യ അതിന്റെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ഗ്രോത്ത് തന്നെ കാണിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം നമുക്ക് വേണ്ട. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടൊക്കെ ഉണ്ട്. ചില കമ്പനികൾ എന്താണ് നല്ല കമ്പനി എന്ന് പറയാം, ചില കമ്പനികൾ മോശം കമ്പനി ഉണ്ടാവും, ചില കമ്പനി ബെറ്റർ കമ്പനി എന്ന് പറയാൻ പറ്റും. സോ ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് എല്ലാം നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റും. മുഴുവൻ ആൾക്കാർ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇന്നത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ആക്സസ് ഡിനൈഡ്. എല്ലാ ആളുകൾക്കും ഈ ഒരു ഇൻഡസ്ട്രീനകത്തേക്ക് കടന്നു വന്ന് ഇത് ചെയ്യാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അതിന്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റിനേക്കാളും നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കും. എന്തുകൊണ്ട്? കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞ വിലക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയുന്നത്. ബട്ട് ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഇന്ത്യയിലുള്ള ഏറ്റവും അധികം ആൾക്കാർ, നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ അർബൻ പോപ്പുലേഷനും റൂറൽ പോപ്പുലേഷനും ഒക്കെ ഞാൻ കാണിച്ചു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നും ഗ്രാമവാസികളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്, ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരാണ് ഇന്ത്യയിൽ ഇപ്പോഴും കൂടുതലുള്ളത്. ഈ പറയുന്ന ആൾക്കാർക്ക് ഹൈ കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഇത്തരത്തിലൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ സാധിക്കുമോ? ഒരിക്കലും അവർക്ക് കടന്നു വരാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഫോർ ബിസിനസ് ഓൺലി പ്രൊഡക്റ്റ്. തീർച്ചയായും നമ്മൾ എന്താണ്, പല പ്രൊഡക്റ്റുകളും നമ്മൾ ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ കൊടുക്കുന്നത് ബിസിനസ്സിന് വേണ്ടി മാത്രം കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമുക്ക് നിത്യോപയോഗ സാധനങ്ങളായിട്ട് വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ലാതെ പലപ്പോഴും കാർ വാഷും കാര്യങ്ങളും ഒക്കെയാണ് ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നേരത്തെ ഒരു ഡാറ്റ നമ്മൾ കണ്ടപ്പം 1,00,000 ആളുകളുടെ ഇടയിൽ വെറും 2,500 ആളുകളുടെ ഇടയിൽ മാത്രമേ കാർ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ബാക്കിയുള്ള ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ ഈ കാർ വാഷ് കൊടുത്ത് അവർ എന്ത് ചെയ്യും? അവർക്ക് ബിസിനസിന് വേണ്ടി ഒരു പക്ഷേ ഈ കാർ വാഷ് വാങ്ങാൻ സാധിക്കുമായിരിക്കും. ബട്ട് ഇത് ആർക്ക് വിൽക്കും? വിൽക്കാനുള്ള ആൾക്കാരില്ലല്ലോ. സോ അവരെന്ത് ചെയ്യുന്നു? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്ത് ചെയ്യുന്നു? കാർ വാഷ് വാങ്ങുന്നു. കാർ വാഷ് വാങ്ങിച്ചിട്ട് അവർ കാർ വാഷ് ചെയ്യാൻ ഉണ്ടാവില്ല. അവരുടെ വീട്ടിലുള്ളത് പശുവാണ്. ആ പശുവിനെ അവർ പോയിട്ട് വാഷ് ചെയ്യും. അല്ലാതെ എന്ത് ചെയ്യാൻ? ഇത് തീർക്കണ്ടേ? ഇത് തീർത്താലേ പുതിയ പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങാൻ പറ്റൂ. സോ ഹൈ കോസ്റ്റ് പ്രൊഡക്റ്റ് അവർ വാങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നു, അതും അവർ വാങ്ങുന്നു. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താ വരുന്നത്? ഹൈ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്. ശരി, എന്നാ പിന്നെ ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതൊരു ബിസിനസ് ആയിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ വില കൂടുതലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10,000 20,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പല സ്റ്റാർട്ടപ്പും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തന്നെ പല ആളുകൾക്കും എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ചെറിയ വിലക്ക് വാങ്ങിച്ച് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻതൂക്കം ആർക്ക് വരും? കയ്യിൽ കാശുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യം ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി, നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഡയറക്ട് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മേലെ തൂങ്ങി കിടന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാത്ത ഒരവസ്ഥ നമ്മൾ ഇന്ത്യയിൽ കാണുന്നുണ്ട്. നാലാമത്തെ കാര്യം, ലാക്ക് ഓഫ് ട്രസ്റ്റ്. നമുക്ക് എങ്ങനെ വിശ്വസിച്ച്, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മുഴുവൻ കാര്യം നമ്മൾ ഹൈ കോസ്റ്റ് ആണ്, കുഴപ്പമില്ല, ശരി, സമ്മതിച്ചു. ബിസിനസിന് വേണ്ടി മാത്രം, നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റാണ്, ശരി, അതും സമ്മതിച്ചു. ഇനി സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, ഇനിയിപ്പോ ഈ 10,000 അല്ലെ 20,000 കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യാം, സമ്മതിച്ചു. ബട്ട് നമ്മൾ ഇത്രയും കാശ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വിശ്വസിച്ച് നമ്മൾ ഇവർക്ക് കാശ് കൊടുക്കും? കാരണം ഇവർക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയോ? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ അവർ വിജയിച്ച് കഴിഞ്ഞിട്ടാണോ നമ്മളിത് വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് ഇത് നടത്താനുള്ള കെൽപ്പുണ്ടോ? എന്താണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പല കമ്പനിക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു സമാധാനം ഇല്ലാതെയാണ് പല ആൾക്കാരും ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് കൊടുത്തിട്ട്, വലിയ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് കൊടുത്തിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. മൾട്ടിനാഷണൽ കമ്പനീസ്, പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും ഇന്ന് ഇന്ത്യയിലുള്ളത് മൾട്ടിനാഷണൽ കമ്പനികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്തേക്കാണ് നമ്മുടെ സമ്പത്ത് മുഴുവൻ അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ടിട്ടാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ബട്ട് ഇപ്പൊ എന്താ അവസ്ഥ? നമ്മൾ മൾട്ടിനാഷണൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു പ്രശ്നം വീണ്ടും വരുന്നു. ഇനി ശരി, അതും പോട്ടെ, ബിസിനസിന് വേണ്ടിയല്ല, മൾട്ടിനാഷണൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പല ആൾക്കാർക്കും അറിയുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിനോ ട്രെയിനിങ്ങോ സപ്പോർട്ടോ പല കമ്പനികളും ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനും നമ്മുടെ കൂടെ നിൽക്കുന്നതിനും മാത്രമേ അവർ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണമെന്ന്, ഇതിന്റെ സാധ്യത എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പഠന വ്യവസ്ഥ എവിടെയും ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ഏഴാമത്തെ കാര്യം, നോ ബാക്കപ്പ് മണി ഓർ ലിമിറ്റഡ് ഫണ്ടിങ്. പല ആൾക്കാർക്കും എന്താ പ്രശ്നം? നമ്മൾ വലിയ കാര്യത്തിൽ പറഞ്ഞ പോലെ വലിയ കാശ് കൊടുത്ത് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഉണ്ടാവുക? അവിടെ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക്. ആകെ 10 പ്രൊഡക്റ്റ് അവരുടെ കയ്യിലുള്ളൂ, അതിൽ 5 പ്രൊഡക്റ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, ബാക്കി 5 എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. കാരണം എന്താ? ബാക്കപ്പ് ഇല്ല, അവർക്ക് ബാക്കപ്പ് മണി ഇല്ല, ഫണ്ടിങ് ഇല്ല, അവർക്ക് കൃത്യമായിട്ട് അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഇല്ല, സ്വന്തമായിട്ട് ഫാക്ടറീസ് ഇല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലുണ്ട്. സോ നമുക്ക് എന്താ പറ്റുന്നില്ല? ഇത്രയും കാശ് കൊടുത്ത് ജോയിൻ ചെയ്താൽ പോലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നില്ല, നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അടുത്തത് സ്കാം ഐഡിയ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പേരിൽ നമുക്കറിയാം പല മണി ചെയിൻ തട്ടിപ്പുകളും നടക്കുന്ന ഏറ്റവും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബാധിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കേരളീയരും തമിഴ്നാട്ടുകാരുമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഏറ്റവും കൂടുതൽ സ്കാമിൽ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികളിലും നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ വിജയിക്കുക ആരാണ്? നമ്മൾ ആര് ജോയിൻ ചെയ്തോ അവർക്ക് മാത്രമായിരിക്കും ബെനിഫിറ്റ് മുഴുവൻ കിട്ടുക. അല്ലെങ്കിൽ മുഴുവൻ ബെനിഫിറ്റ് ആർക്കും ലഭിക്കും? കമ്പനിക്ക് മാത്രം ലഭിക്കും. നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റ് മാത്രമാണ് അതിൽ ജോയിൻ ചെയ്ത് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുക. നമുക്ക് എങ്ങനത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ആവശ്യമുള്ളത്? നമ്മൾ ഇന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മളെ ചേർത്ത് ആരാണെങ്കിലും, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനിലേക്കും നമുക്ക് ഏത് കാലഘട്ടത്തിലും നമ്മൾ വർക്ക് ചെയ്യാൻ പോവെങ്കിൽ മാത്രമാണ് അത് ശരിയായിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. സോ അത്തരം പ്ലാനുകളുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ 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 വിരളമായിട്ട് മാത്രമാണ് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. 9ാമത്തെ കാര്യം, ടൈഅപ്പ് വിത്ത് ഇൻകോമ്പീറ്റന്റ് മാനുഫാക്ചേഴ്സ്. പല കമ്പനികളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കമ്പനികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വരെയില്ല. പല കമ്പനികളിൽ നിന്നും വാങ്ങിച്ചിട്ട് അവർ നമ്മളെ കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നതാണ് നമ്മളെല്ലാവരും കാണുന്നത്.
അതും അങ്ങനത്തെ കമ്പനികളുടെ പേരെന്താ? ചില കമ്പനി എക്സ് ആയിരിക്കും, ചില കമ്പനി വൈ ആയിരിക്കും, ചില കമ്പനി എക്സ് വൈ ആയിരിക്കും. നമ്മൾ ഇന്ന് വരെ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷനേ ഇല്ലാത്ത, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർക്ക് അറിയാത്ത ഏതോ മൾട്ടിനാഷണൽ കമ്പനി പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരിക്കലും സെർച്ച് ചെയ്താൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റുകളാണ് നമ്മളെ കൊണ്ട് എന്ത് പറയുന്നത്, നമ്മളോട് വിൽക്കാൻ അവർ പറയുന്നത്. ടൈപ്പ് കമ്പനീസിനെ പറ്റി യാതൊരു വിധത്തിലുള്ള ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. പ്രൊഡക്റ്റ് ഉണ്ട്, കൊണ്ടുപോയി വിൽക്കൂ, ഇത് നിങ്ങൾ സാധാരണക്കാരുടെ കടയിൽ എത്തിക്കൂ എന്ന് മാത്രമേ ആളുകൾ പറയുന്നുള്ളൂ. സോ ഈ ടൈപ്പ് കമ്പനീസിന്റെ ഇൻകോമ്പീറ്റൻസും ഈ പറഞ്ഞ പോലെ തന്നെ 100% ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ വലിയൊരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ 10ാമത്തെ കാര്യം അൺകൺസിസ്റ്റന്റ് ഇൻകം. നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻകം, ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പോലും പല കമ്പനിയും കൃത്യമായിട്ടുള്ള ഇൻകം കൊടുക്കുന്നില്ല. പലപ്പോഴും പെൻഡിങ് ആവുന്നു, പലപ്പോഴും 2 മാസം കഴിയുമ്പോൾ കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള കമ്പനികളും ഇഷ്ടം പോലെയുണ്ട്. കാരണം ആയിരക്കണക്കിന് കമ്പനികളാണ് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന് ഒരിക്കലും എന്താ താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിൽ കാശുള്ള വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ. ഹൈ കോസ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വാങ്ങാൻ സാധിക്കും, അവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ബിസിനസ്സിന് വേണ്ടി മാത്രം പോലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും അവർക്ക് വിൽക്കാൻ സാധിക്കും. ഒരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് കുറച്ച് അധികമാണെങ്കിലും അവരുടെ കയ്യിലുള്ള മണി വെച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വിശ്വാസമില്ലാത്ത കമ്പനി ആണെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ട്രൈ ചെയ്യാൻ സാധിക്കും. ബട്ട് സാധാരണക്കാർ എന്ത് ചെയ്യും? നമ്മുടെ ഈ റൂറൽ ഏരിയയിലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഗ്രാമവാസികൾ ഇത്തരത്തിൽ വരാൻ പോകുന്ന അവർക്കൊക്കെ ജോലി ആവശ്യമുണ്ട്. ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർക്കും എന്താ പറ്റുന്നില്ല, ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ വളരെ സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്, ഒരു വലിയൊരു അതിശയം സംഭവിച്ചിട്ടുണ്ട്. 2000 ആണ്ടിൽ ഒരു ചെറിയ അതിശയം നടന്നു. ഈ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TC ചാബ്ര എന്ന ഒരു വ്യക്തി, തിലോക് ചന്ദ് ചാബ്ര എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന, സെക്കൻഡ് ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി 2000 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു റീറ്റെയിൽ ഷൂട്ടിംഗ് കമ്പനിയിൽ നിന്ന് 1977 സ്റ്റാർട്ട് ചെയ്ത, എന്ന് വെച്ചാൽ ഏകദേശം 23 വർഷത്തെ പാഠമുള്ളൊരു കമ്പനി. അത് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 ഷൂട്ട് നിർമ്മാതാക്കളായിട്ടുള്ള ഒരു കമ്പനി ആയിട്ടുള്ള ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 2000 ആണ്ടിൽ ഓഗസ്റ്റ് മാസം നമുക്ക് എന്താണ് സംഭാവന ചെയ്തു? ഒരു പുതിയ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡ് ഇന്ത്യക്കാർക്ക് വേണ്ടി, ഇന്ത്യയിലെ എല്ലാ സാധാരണക്കാർക്കും വേണ്ടി 100% ഇന്ത്യൻ പ്രൊഡക്റ്റോട് കൂടി അവർ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ റേറ്റ്, ഇന്ത്യൻ മാർക്കറ്റ്, അതേപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ, 100% ആക്സസിബിലിറ്റി ടു ഓൾ ഇന്ത്യസ്. ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും, അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ മിഡിൽ ക്ലാസ് എന്നോ നോക്കാതെ മുഴുവൻ ആളുകൾക്കും സമ്പത്തും ആരോഗ്യവും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അദ്ദേഹം 2000 ആണ്ടിൽ ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം തുടങ്ങി. ഈ ഇൻഡസ്ട്രിയാണ് ഞാൻ പറഞ്ഞ 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം നമുക്ക് 7 അത്ഭുതങ്ങൾ നമുക്കറിയാം. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും കണ്ണും അടച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, ഇത്രയും ആളുകൾക്ക് സമ്പത്തും ആരോഗ്യവും കൊടുക്കാൻ പറ്റുന്ന, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും പൊഴിച്ചെഴുതിയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. ആ കമ്പനിയുടെ പേരാണ് മറ്റൊന്നുമല്ല, നമ്മുടെ RCM എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ്. നമ്മളെല്ലാവരും ഇന്ന് വർക്ക് ചെയ്യുന്ന RCM എന്ന് പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് കമ്പനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഇതൊന്നും സാധാരണക്കാർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് പൊളിച്ചെഴുതിക്കൊണ്ടാണ് RCM ബിസിനസ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാൻഡമിക് സീസണിൽ ഏറ്റവും അധികം ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുള്ള, ഏറ്റവും അധികം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള, ഏറ്റവും അധികം ആളുകൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം വന്നിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് we got our desired number 1 position. RCM ബിസിനസ് അതിന്റെ നമ്പർ 1 പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ മാർച്ച് മാസത്തെ നമ്മുടെ ക്ലോസിംഗിൽ നമ്മൾ മറ്റുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലും, കാരണം മറ്റുള്ള പ്രൊഡക്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും, ഹൈ കോസ്റ്റ്, ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനി പ്രൊഡക്റ്റ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് RCM ബിസിനസ് വളരെ തുച്ഛമായ പ്രൈസിൽ ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ആളുകൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ RCM ബിസിനസ് മാർച്ച് മാസത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് മാറി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. RCM ബിസിനസ് വിൽ ബി ദ ഓൺലി ചോയ്സ്. നമ്മുടെ ഈ RCM ബിസിനസ് തന്നെയായിരിക്കും ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരേ ഒരു ചോയ്സ്. അതിനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RCM ഇസ് ദ ഓൺലി ഡയറക്ട് സെല്ലിംഗ് കമ്പനി വിത്ത് ദ ലാർജസ്റ്റ് റേഞ്ച് ഓഫ് ഡെയിലി ഫാസ്റ്റ് മൂവിംഗ് ഗുഡ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബിസിനസ്സിന് വേണ്ടി പ്രൊഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ ഏറ്റവും വലിയൊരു കലവറയാണ് RCM ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും RCM ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല.
RCM എന്ന് പറഞ്ഞ കമ്പനി കൊടുക്കുന്ന മുഴുവൻ സാധനങ്ങളും നമ്മുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നത് തൊട്ടിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് വരെയുള്ള മുഴുവൻ സാധനങ്ങളും നമുക്ക് RCMലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതാണ് ന്യൂട്രീഷൻ സപ്ലൈസ്. ഇന്ന് ലോകോത്തര നിലവാരത്തിലുള്ള ന്യൂട്രീഷൻ സപ്ലൈസ് ഇത്രയും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടുന്നത് RCM എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട്, RCM is the only direct selling company with higher quality product with cheaper price. ഏറ്റവും അധികം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇത്രയും ചീപ്പ് പ്രൈസിന് കൊടുക്കാൻ കെൽപ്പുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി മാത്രമേ ഇന്ന് അവൈലബിൾ ഉള്ളൂ. ആ കമ്പനി RCM എന്ന് പറഞ്ഞത് മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ദുബായിലേക്ക് ഉണ്ടായിരുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ദുബായിലെല്ലാം ലോകത്തുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രൊഡക്റ്റുകൾ അവിടെ അവൈലബിൾ ആണ്. അവിടെ പല റേറ്റിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ഉള്ളത്. നമ്മൾ കാശ് കൂടുതൽ കൊടുത്താൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ബട്ട് ചെറിയ കാശിന് നമ്മൾ സാധാരണ ഇന്ത്യക്കാരുടെ റേറ്റിന് നമുക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി ഇന്റർനാഷണൽ ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ഉള്ളൂ. അത് നമ്മുടെ RCM എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി മാത്രമാണ്. RCM is the only direct selling company which is not only claiming but really supplying goods less than the traditional market price. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും പറയുന്നത് എന്താണ്? ഞങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് മാർക്കറ്റ് റേറ്റിനെക്കാളും കുറഞ്ഞിട്ടാണെന്ന് ക്ലെയിം ചെയ്യുന്നു. ബട്ട് RCM ബിസിനസ്സിന് മാത്രമാണ് 100% അങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ഇനിമേൽ സാധിക്കുകയുമില്ല. അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ബട്ട് RCM ബിസിനസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. ട്രഡീഷണൽ മാർക്കറ്റിൽ പോയി നമ്മൾ വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് നമ്മൾ പ്രൊഡക്റ്റുകൾ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും പറയാവുന്ന കാര്യമാണ്. നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കാൻ വേണ്ടി നമുക്ക് ടൂത്ത് ബ്രഷ് വേണം. നമുക്ക് അതിന് വേണ്ടി ഒരു ടൂത്ത് പേസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. നമുക്കൊരു സോപ്പ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് ഒരു ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ചായപ്പൊടി തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മൾ അത് കഴിഞ്ഞാൽ മുഖത്ത് ഒരു ടാൽക്കം പൗഡർ, നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഒരു 4 പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഏകദേശം 542 രൂപക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ RCMലൂടെ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് 333 രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വെറും 4 പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് 209 രൂപയുടെ ഡിഫറൻസ് ആണ് സുഹൃത്തുക്കളെ കിട്ടുന്നത്. ചിന്തിച്ചു നോക്കൂ, മറ്റേത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും? ഇത് നമ്മളൊരു പെർസെൻറ്റേജ് കണക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 40% ലാഭം ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകളും RCMൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റുകളിലേക്ക് നിങ്ങൾ ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരു വെറും ഒരു 4 പ്രൊഡക്റ്റിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിന്തിച്ചു നോക്കൂ, വെറും 4 പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് 209 രൂപ ലാഭിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, മസാല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ എല്ലാം നിങ്ങൾ RCM ബിസിനസ്സിലേക്ക് മാറ്റുകയാണെങ്കിൽ, കാരണം നമുക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല, മുഴുവൻ സാധനങ്ങളുണ്ട്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ ലാഭം മാർക്കറ്റ് പ്രൈസിൽ നിന്നും ലാഭിക്കാൻ സാധിക്കുമെന്ന്, എത്ര ശതമാനം നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. അടുത്തായിട്ട് എടുത്ത് പറയേണ്ട കാര്യം, RCM is the only direct selling company which is having all product because more products means more income. ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് വരുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും വരുന്നത്. നമുക്ക് ഇൻകം ജനറേറ്റ് ആവണം. നമുക്ക് എന്ത് വേണം? മാക്സിമം പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ തന്നെ ഉണ്ടെങ്കിൽ മാക്സിമം ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനിയിൽ വെറും 10 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 20 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് എന്ത് പറ്റില്ല? എല്ലാ പ്രൊഡക്റ്റും നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. എല്ലാ ആളുകളെയും അതേ കമ്പനിയിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കാൻ സാധിക്കില്ല. കാരണം 20 പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഴുവൻ പ്രൊഡക്റ്റുകളും അവർക്ക് എന്ത് ചെയ്യണം? പുറത്തു നിന്ന് വാങ്ങിച്ചേ പറ്റൂ. കാരണം വെറും 20 പ്രൊഡക്റ്റ് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് RCM ബിസിനസിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണ്? നമ്മളുടെ കയ്യിൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകളില്ല. കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ ഏകദേശം 36,662 പ്രൊഡക്റ്റുകൾ RCM ബിസിനസ്സിൽ നിന്ന് അവൈലബിൾ ആണ്. അതും പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്ന് പറയുന്ന സമയത്ത് വെറും പ്രൊഡക്റ്റുകളല്ല, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഉപ്പ് തൊട്ടിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അരി വരെ RCM ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂഡിൽസ് മുതൽ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് വരെ RCM ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള സീലിംഗ് ഫാൻ മുതൽ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് കിറ്റ് വരെ, ഒരു സ്ത്രീകൾക്ക് വേണ്ട എല്ലാ മേക്കപ്പ് ഉപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ RCM ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ഹോം ആൻഡ് കിച്ചൺ വെറൈറ്റി ഐറ്റംസും, നിങ്ങൾക്ക് സ്റ്റൗ ആയിക്കോട്ടെ, നമ്മുടെ കുക്കർ ആയിക്കോട്ടെ, വാട്ടർ ബോട്ടിൽ ആയിക്കോട്ടെ, വാട്ടെവർ നിങ്ങൾക്ക് കിച്ചൺ ഐറ്റംസ് എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് RCM ബിസിനസ്സിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അത് നിങ്ങൾക്ക് ടീഷർട്ട് ആയിക്കോട്ടെ, ട്രൗസർ ആയിക്കോട്ടെ, ചുരിദാർ ആയിക്കോട്ടെ, സാരി ആയിക്കോട്ടെ, ഷർട്ടിങ് സൂട്ടിങ്സ് ആയിക്കോട്ടെ, ടൈ ആയിക്കോട്ടെ, വാട്ടെവർ യു വാണ്ട്,
നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്ക് ഏത് ഡ്രസ് മെറ്റീരിയൽ വേണമെങ്കിലും ഹൈ ക്വാളിറ്റി ഡ്രസ് മെറ്റീരിയൽ നിങ്ങൾക്ക് RCM ബിസിനസ്സിലൂടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട സ്കൂൾ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പെന്ന്, ബുക്ക്, ബാഗ്, ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ മുഴുവൻ സാധനങ്ങൾ നിങ്ങൾക്ക് RCM എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തിനും ഏറെ പറയുന്നത് സർ, നമുക്ക് RCM ബിസിനസ്സിലൂടെ നിങ്ങളുടെ വീട്ടിന് പെയിന്റ് അടിക്കണമെങ്കിൽ പെയിന്റും അതിന്റെ ടോട്ടൽ എന്തൊക്കെ മെറ്റീരിയൽസ് വേണോ അതെല്ലാം RCM ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതാണ്. ഇത്തരത്തിലൊരു ബിസിനസ് ഇന്ന് ലോക മാർക്കറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? നിങ്ങൾക്ക് എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. RCM is the only dad selling company in which the president of Indian Dads Selling Welfare Association is working. Indian Dad Selling Welfare Association president ആയിട്ടുള്ള ശ്രീ സുരേന്ദ്ര ഭട്ട് സാർ വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ വലിയൊരു പോയിന്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞ സ്കാം, ഇഷ്ടം പോലെ കമ്പനികൾ ഞാനും നടത്തുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞിട്ട് പല തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് തലത്തിൽ പല റെഗുലേഷൻസും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു വ്യക്തി ഉള്ളിടത്തോളം കാലം ഇന്ന് ഗവൺമെന്റ് തലത്തിൽ നടക്കാൻ പോകുന്ന ഏതൊരു മാറ്റവും നിയമത്തിന്റെ മാറ്റങ്ങളും നമുക്ക് ആദ്യം അറിയാൻ പോകുന്നത് RCM പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നേരത്തെ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ അത് നമുക്ക് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. RCM is the only dad selling company which is having a well-known and most awarded nutrition range. ഇന്ന് ഇഷ്ടംപോലെ ഡയറ്റ് സെല്ലിംഗ് കമ്പനി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡയറ്റ് സെല്ലിംഗ് കമ്പനികളും എന്തുണ്ട്? ന്യൂട്രീഷൻ റേഞ്ച് ഉണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ന്യൂട്രീഷൻ റേഞ്ചിൽ തന്നെയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ള, മറ്റാർക്കും ക്ലെയിം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരെ പേരുള്ള ഒരു ന്യൂട്രീഷൻ റേഞ്ചുള്ള ഒരേ ഒരു ഡയറ്റ് സെല്ലിംഗ് കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ RCM ബിസിനസ് മാത്രമേ ഉള്ളൂ. ന്യൂട്രീഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല, നമ്മൾ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ട്, മരങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ തെങ്ങിൻ തോപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈസും ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റുകളോടും ഏറ്റവും കൂടുതൽ അവാർഡുകളോടും കൂടി ഹരിത സഞ്ജീവനിയുടെ വലിയൊരു റേഞ്ച് കൂടി നമുക്ക് എവിടെയുണ്ട്? RCM എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും വലിയ പ്രൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് റൈസ് ബ്രാൻ ഓയിൽ. ഇതിന് കിട്ടാത്ത സർട്ടിഫിക്കറ്റുകൾ ഒന്നുമില്ല. ലോകത്തുള്ള എല്ലാ ആളുകളും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ഗുണമേന്മയുള്ള എണ്ണ എന്ന് പറയുന്നത് തവിടെണ്ണയാണെന്നാണ്. നമ്മുടെ അബ്ദുൽ കലാം സാറിന്റെ അടുത്തു നിന്നാണെങ്കിലും പ്രതിഭ പട്ടേൽ മാഡത്തിന്റെ അടുത്ത് എല്ലാ ആളുകളുടെ അടുത്തു നിന്നും കൃത്യമായിട്ടുള്ള അവാർഡുകളും കൃത്യമായിട്ടുള്ള HACCP, ഹലാൽ, അതുപോലെ തന്നെ ISO 9001 എല്ലാ സർട്ടിഫിക്കറ്റുകളും അടങ്ങിയിട്ടുള്ള ഒരു റൈസ് ബ്രാൻ ഓയിലും ഉള്ളതും നമ്മുടെ എപ്പി ഓർഗാൻസിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിലാണ്. സോ അതും ഏറ്റവും കൂടുതൽ അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ് നമുക്ക് അഭിമാനിക്കുക. അത് മാത്രമല്ല, ഇതിപ്പോ ഞാൻ 2 പ്രൊഡക്റ്റേ കാണിച്ചിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഇഷ്ടം പോലെ നമ്മുടെ ഏത് റേഞ്ച് എടുത്തു കഴിഞ്ഞാലും എന്നും ആളുകൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ന്യൂട്രീഷൻ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. RCM is the only direct selling company which is having own raw material manufacturing company. പല കമ്പനികളും ഞാൻ നേരത്തെ പറഞ്ഞു, പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്കും അവർക്ക് സ്വന്തമായി പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഫാക്ടറി കൂടി സ്വന്തമായിട്ട് വെച്ചിട്ടുള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ RCM ബിസിനസ് എന്ന് പറയുന്നത്. വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് ആളുകളുടെ പറയാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വന്തമായിട്ട് റോ മെറ്റീരിയൽസ്, പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന ഫാക്ടറിയുള്ള ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ RCM ബിസിനസ് മാത്രമാണ്. അത് മാത്രമല്ല, RCM is the only direct selling company which is having paint and related materials in full range and supplying tinting machine also. പെയിന്റും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കൂടെ ടെൻഡിങ് മെഷീനും മിക്സറും അടക്കം സപ്ലൈ ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് RCM ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മറ്റെവിടെയും ഇത്തരത്തിൽ പെയിന്റോ അല്ലെങ്കിൽ ടെൻഡിങ് മെഷീനോ മിക്സറോ ഇത്തരത്തിലുള്ള ഐറ്റംസ് കൊടുക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സോ ഇതെല്ലാം നമ്മുടെ RCM ഓൺലി ആൻഡ് ഓൺലി RCM ബിസിനസ്സിന് മാത്രം അർഹതപ്പെട്ടിട്ടുള്ള ക്രെഡിറ്റുകളാണ്. അടുത്തതായിട്ട്, RCM is the only direct selling company which gives lingerie ranges through direct selling. സ്ത്രീകളുടെ ഇന്നർവേഴ്സ്, ലിംഗറി റേഞ്ചസ് സ്ത്രീകൾക്ക് ഡയറക്ട് സെല്ലിങ്ങിലൂടെ കൊടുക്കുന്ന ആദ്യത്തെ കമ്പനിയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് RCM എന്ന് പറയുന്നത്. ആദ്യത്തെയും ഇപ്പൊ നിലവിലുള്ളതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ സ്ത്രീകളുടെ ലിംഗറി റേഞ്ചസ് നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിലൂടെ കൊടുക്കുന്നത്. സോ ഇതും നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. RCM is the only direct selling company which gives biodegradable sanitary pads with 100% cotton material, not polypropylene. നമ്മുടെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡ്സ്
100% കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചത്, അതും ബയോഡീഗ്രേഡബിൾ കോട്ടൺ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതും അത് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ സ്ത്രീകളിലേക്ക് എത്തിക്കുന്നതും അത് പോളിപ്രോപ്പിലൈൻ ഉപയോഗിക്കാതെ സ്ത്രീകളിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ഇന്ന് ഇന്ത്യയിലുള്ളത് നമ്മുടെ RCM ബിസിനസ് മാത്രമാണ്. അത് മറ്റൊരു കമ്പനിക്കും ഈ ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കില്ല. RCM is the only direct selling company with home shopping called Display World and only company with the Display World billing from home. നമുക്ക് എല്ലാവർക്കും പറയാം, നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കട തുടങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ സാധിക്കുക. അത് മാത്രമല്ല, ആ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ആ കടയിൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വിട്ട് കിട്ടുന്ന മാർജിൻ മാത്രമായിരിക്കും നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ബട്ട് ഇന്ന് ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ വിപ്ലവമാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞ RCM ബിസിനസ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കൺസെപ്റ്റ്. കാരണം വെറും 10,000 രൂപ മുടക്കി നിങ്ങൾ ഒരു ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തതിന് കണക്കാ. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും, നിങ്ങൾക്ക് വെറും 10,000 രൂപ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ നെറ്റ്വർക്കിലൂടെ സമ്പാദിക്കാനുമുള്ള ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്പ്ലേ വാൾ എന്ന് പറഞ്ഞ ഈ ഒരു ഹോം ഷോപ്പിലൂടെ RCM ബിസിനസ് നിങ്ങളുടെ കൈകളിലേക്ക് തന്നിരിക്കുന്നത്. സോ ഇതും മറ്റൊരു കമ്പനിക്കും ബില്ല് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി മറ്റൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്കും ഇന്ന് വരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അതും നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. അത് മാത്രമല്ല, എന്നും ഇപ്പം RCM ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മൾ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ സ്നാപ്ഡീലോ പോലെ നമുക്ക് പുറമേ നിന്നുള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ RCMന്റെ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന തരത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ബട്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് RCM ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡെലിവറി സിസ്റ്റം ആയിട്ട് മാറും RCM ബിസിനസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രൊഡക്റ്റ് ആമസോണിലൂടെയോ ഫ്ലിപ്കാർട്ടിലൂടെയോ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഈ കൊറോണ കാലഘട്ടത്തിൽ 10ഉം 20ഉം 2 മാസം വരെ ടൈം എടുക്കുന്നുണ്ട്. ബട്ട് സാധാരണഗതിയിൽ കൊറോണ ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് മിനിമം 7 തൊട്ട് 8 ദിവസം വരെ മിനിമം ടൈം അവർ ചോദിക്കാറുണ്ട് നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്താൻ. ബട്ട് RCM ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി ഡിസ്പ്ലേ വാളുകളാണ് വരാൻ പോകുന്ന 2025 ആകുമ്പോഴേക്കും, അടുത്ത 3 വർഷം കൊണ്ട് RCM വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഓരോ ലുക്ക് ആൻഡ് കോർണറുകളിലും എന്തുണ്ടാവും, RCMന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഓരോ വീടുകളിലും ഓരോ ഹോം ഷോപ്പ് എന്നുള്ള ലെവലിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരാളൊരു പ്രൊഡക്റ്റ് നമുക്ക് ഓൺലൈനിലൂടെ പർച്ചേസിന് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഏത് ലൊക്കാലിറ്റിയിൽ ആണോ ഏറ്റവും അടുത്തുള്ള ഡിസ്പ്ലേ വാൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്കായിരിക്കും ആ ഓർഡർ പോകുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ആമസോൺ ആണെങ്കിലും ഒക്കെ എത്തിച്ചേരുന്നത് എന്താണ്, ആ മെസ്സേജ് അതിന്റെ ആ ലൊക്കേഷന്റെ ഏറ്റവും തൊട്ടടുത്തുള്ള വെണ്ടർ കവർ അയച്ച് ആ വെണ്ടറാണ് നമുക്ക് ആ പ്രൊഡക്റ്റ് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ RCM ബിസിനസ്സിനകത്ത് നിങ്ങൾ ഓരോ ആളുകളും ഒരു റൈസ് ബ്രാൻ ഓയിലോ അല്ലെങ്കിൽ RCMന്റെ പെയിന്റോ വാട്ടെവർ ഏത് പ്രൊഡക്റ്റും ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഏറ്റവും തൊട്ടടുത്ത് ലൊക്കാലിറ്റിയിലുള്ള ആ പ്രൊഡക്റ്റ് അവൈലബിൾ ഉള്ള ആ ഡിസ്പ്ലേ വാൾ കാരണമായിരിക്കും ആ ഒരു ഓർഡർ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിത്തിൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഓർഡർ ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇ-കൊമേഴ്സ് നാളെ മാറുന്നുണ്ടെങ്കിൽ അത് RCM ബിസിനസ്സിലൂടെ മാത്രമായിരിക്കും എന്നുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു കമ്പനിക്കും പറ്റാത്തൊരു കാര്യം RCM ബിസിനസ് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ചെയ്തു കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. ബട്ട് ഇതെല്ലാം ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് എല്ലാം കിട്ടുള്ളൂ. കാരണം ഇന്ന് രാത്രി ഒരാൾ കിടന്നുറങ്ങുന്ന സമയത്ത് അയാൾ ഒരു സ്റ്റാർ അച്ചീവർ ആണെങ്കിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അയാൾ ഒരു സ്റ്റാർ പ്ലാറ്റിനമോ അല്ലെങ്കിൽ ടെക്നിക്കൽ അച്ചീവ്മെന്റിലേക്കോ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്തൊരു ഹോം ഷോപ്പിൽ തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. RCM is the only company which talks about 100% vegetarian, 100% developing India, 100% herbal, but not only making money. ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഏത് പ്രോഗ്രാം നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരും പറയുന്നത് നിങ്ങൾക്ക് കാറ് വാങ്ങാം, നിങ്ങൾക്ക് വീട് വാങ്ങാം, നിങ്ങൾക്ക് ബെൻസ് വാങ്ങാം, ഇതൊക്കെ തന്നെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം. ബട്ട് RCM ബിസിനസ്സുകാർക്ക് മാത്രമേ ഇത് പറയാൻ പറ്റൂ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് RCM ബിസിനസ്സിലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. നിങ്ങൾക്ക് 100% വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ RCMലെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. 100% ഇന്ത്യയെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ RCM പ്രൊഡക്റ്റ് ഉപയോഗിക്കൂ. 100% നിങ്ങളുടെ ഹെൽത്ത് ഓറിയന്റഡ് ആണെങ്കിൽ നിങ്ങൾ RCM പ്രൊഡക്റ്റ് ഉപയോഗിക്കൂ എന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മീനെണ്ണ ഗുളിക എന്ന് പറയുന്ന നമ്മുടെ
കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്ന സാധനം, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഹാർട്ടിനും ബോഡിക്കും സ്കിന്നിനും എല്ലാത്തിനും ആവശ്യമുള്ള omega-3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞ് ഇന്ന് ലോക മാർക്കറ്റിൽ മീനിൽ നിന്ന് മാത്രം എടുക്കുന്ന പ്രൊഡക്റ്റ് ഇന്ന് വെജിറ്റേറിയൻ omega-3 ഫാറ്റി ആസിഡ് വെജ് ഒമേഗ എന്ന പേരിൽ സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി നമ്മുടെ RCM ബിസിനസ് മാത്രമേ ഉള്ളൂ, മറ്റാരുമില്ല. അതുപോലും ഒരു കോഡ് ലിവർ ഓയിൽ പോലും നമുക്ക് വെജിറ്റേറിയൻ ആയി കൊടുക്കാൻ പറ്റുന്നു. ഏതൊരു ക്യാപ്സ്യൂളിന്റെയും ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ബോണാഷ് ഉപയോഗിച്ചിട്ടുണ്ടാവും, എല്ലുപൊടി അതിൽ ചേർന്നിരിക്കും, ജലാറ്റിൻ അതിൽ ചേർന്നിരിക്കും. എന്നാൽ RCM ബിസിനസ്സിലുള്ള ഓരോ ക്യാപ്സ്യൂളിന്റെ ഷെല്ല് പോലും 100% വെജിറ്റേറിയൻ ആണെന്നുള്ള കാര്യം നമുക്ക് ധൈര്യത്തോടു കൂടി ആളുകൾക്ക് മുമ്പിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല 100% ഡെവലപ്പിംഗ് ഇന്ത്യ. പല കമ്പനികളും ഇന്ത്യക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും പല പ്രൊഡക്റ്റുകളും ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആ പ്രൊഡക്റ്റുകളൊന്നും ഇന്ന് മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും 100% ഇന്ത്യൻ അല്ല. മേ ബി ആ പ്രൊഡക്റ്റ് പല കൺട്രികളിൽ നിന്നും കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിന്ന് അസംബിൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് തരുന്നതാണെങ്കിൽ പോലും ആ പ്രൊഡക്റ്റിന്റെ ഒക്കെ പാരന്റ് കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യക്ക് പുറത്തായിരിക്കും. സോ ഇന്ത്യൻ മാർക്കറ്റിലെ പ്രൊഡക്റ്റ് 100% നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ്, ഇന്ത്യക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ബട്ട് അതും 100% ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു RCMലൂടെ എന്നുള്ളത് അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഇന്ത്യ RCMൽ വർക്ക് ചെയ്യുന്ന ഓരോ ഡയറക്ട് സെല്ലേഴ്സും തുറന്നു പറയാൻ സാധിക്കും. കാരണം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പം ITC പോലെയുള്ള ഒരു കമ്പനിയുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ പോലും പലപ്പോഴും ഇന്ത്യൻ ടൊബാക്കോ കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അതൊരു ഇന്ത്യൻ കമ്പനിയാണെന്നാണ്. ബട്ട് പല ആളുകൾക്കും അറിയില്ല അതിന്റെ 50% ഷെയർസ് പോകുന്നത് പുറം രാജ്യങ്ങളിലേക്കാണ്. തീർച്ചയായും അതിന്റെ ഓഫീസ് നമുക്ക് കൊൽക്കത്തയിൽ അതിന്റെ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും ആ കമ്പനി എന്ന് പറയുന്നത് തീർച്ചയായും പുറം രാജ്യത്തുള്ള ഒരു ബ്രിട്ടൻ കമ്പനിയാണത്. നമ്മൾ ഒരു ITCയിൽ നിന്ന് നമ്മൾ ഒരു ആശീർവാദിന്റെ ഒരു ആട്ട വാങ്ങുന്ന സമയത്തും ഒരു യപ്പി നൂഡിൽസ് വാങ്ങുന്ന സമയത്തും 10 രൂപക്ക് ITCയിൽ നിന്ന് ഒരു പെന്ന് വാങ്ങുന്ന സമയത്തും 5 രൂപ ഇന്ത്യക്കും 5 രൂപ പുറത്തേക്കുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 40,000 കോടി രൂപയാണ് ഓരോ വർഷവും ഒരേ ഒരു കമ്പനി മാത്രം ഇന്ത്യയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓരോ ആൾക്കാരും മനസ്സിലാക്കണം. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് നിങ്ങൾ RCM ബിസിനസ്സിലേക്ക് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, എത്ര കോടി രൂപയുടെ വരുമാനം നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവകാശപ്പെടാൻ നമുക്ക് മാത്രമേ പറ്റൂ. വെൻ അതർ ഇൻഡസ്ട്രീസ് ആർ ഫേസിങ് ഡിപ്രഷൻ, നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രമല്ല, ട്രഡീഷണൽ മാർക്കറ്റ് ആയിക്കോട്ടെ, മറ്റേത് ബിസിനസ് നിങ്ങൾ എടുത്ത് നോക്കുകയുള്ളൂ, എല്ലാ കമ്പനികളും വലിയ ഗ്രേറ്റ് ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ RCM ബിസിനസ് എന്താ സംഭവിക്കുന്നത്? മോർ ജോയിനിങ് ബിക്കോസ് RCM ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ ഈസിയസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി വിത്ത് ഗുഡ് ഇന്റൻഷൻസ്. ഇത്രയും നല്ല ഇന്റൻഷനോട് കൂടി വർക്ക് ചെയ്യും. നമ്മളെപ്പോഴും പറയാറുണ്ട്, നല്ലത് മനസ്സിലാലോചിച്ച് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെ RCM ബിസിനസിന്റെ ഇന്റൻഷൻ നല്ലതാണ്. നമ്മൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരുപാട് ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഇന്റൻഷൻ നല്ലതായത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും എന്തുണ്ടായത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായി മാറാൻ സാധിച്ചത്. ഏറ്റവും അധികം ആളുകൾ RCM ബിസിനസ്സിലേക്ക് ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ വന്ന് ജോയിൻ ചെയ്തതിന്റെ കാരണവും നമ്മുടെ ഇന്റൻഷൻ നീതിയുള്ളതായതുകൊണ്ടാണ്. When other companies cut shorting offers and increasing targets, only RCM can give free products in current situation. മറ്റെല്ലാ കമ്പനികളും എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഓഫറുകളൊക്കെ അവർ നിർത്തുകയാണ്, അവർ കട്ട് ഷോട്ട് ചെയ്യാണ്. അത് കൂടാതെ എന്ത് ചെയ്യുന്നു? അവരുടെ ടാർഗറ്റുകൾ അവർ കൂട്ടിക്കൊടുക്കുക അവരുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാലഘട്ടത്തിൽ RCM ബിസിനസ് എന്താ ചെയ്യുന്നത്? ഇന്ന് വരെ നിങ്ങൾ ബിസിനസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും, ഇതുവരെ വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് പോലും എന്ത് ചെയ്യുന്നു? ഓരോ 6 മാസത്തിലും ഫ്രീ ആയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തോളൂ എന്നൊരു പുതിയ ഒരു ഓഫർ, പുതിയൊരു സ്ട്രാറ്റജി കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്രയും ധൈര്യം ഉണ്ടാവുന്ന ഒരു കമ്പനി ഇന്ന് ലോക മാർക്കറ്റിൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വേറെ ഏത് കമ്പനിക്ക് കൊടുക്കാൻ പറ്റും? വേറെ ഒരു കമ്പനിക്ക് ഇത്രയും ധൈര്യം ഉണ്ടാവില്ല. കാരണം RCM ബിസിനസ് എന്തുകൊണ്ടാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ തന്നെ നമുക്കിങ്ങനെ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ഗുഡ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് അതേ തുകക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരാമെന്നുള്ള ഓഫർ കൊണ്ടുവരാനുള്ള കാരണം നമ്മുടെ TC ചബ്ര എന്ന് പറഞ്ഞ ആ മഹാനായ വ്യക്തിക്ക് അറിയാം, ഇന്ന് ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾ പട്ടിണി പാവങ്ങൾ തീർച്ചയായിട്ടും ഈ കൊറോണ കാലം അവരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കിട്ടുന്ന ഈ ഓഫർ പ്രൊഡക്റ്റുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂ, അവർ രക്ഷപ്പെടട്ടെ. RCM ബിസിനസ്സിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ചെയ്ത പുണ്യപ്രവൃത്തി അത് തന്നെയാണ്. അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മുഴുവൻ പാവങ്ങൾക്ക് അവർ കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു വിപ്ലവം തന്നെ RCM ബിസിനസ് ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും 6 മാസം കഴിഞ്ഞാൽ, അതും ഞാൻ നേരത്തെ പറഞ്ഞു, മുംബൈ സത്യത്തിൽ ഒരു കമ്പനി ഒരു ഓഫർ ഇത്തരത്തിൽ ഒരു 6 മാസം കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു ഓഫർ കൊണ്ടുവരുന്ന സമയത്ത് പണ്ട് തൊട്ടേ 50,000 ബിസിനസ് വോളിയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് കമ്പനി 50,000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്? കാരണം തീർച്ചയായും ഈ ഓഫർ കൊടുത്തിട്ടില്ലെങ്കിലും ആ വ്യക്തി 50,000 രൂപയുടെ ബിസിനസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഓഫർ കണ്ടിട്ടല്ല അവർ ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് 50,000 ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 10 വർഷം 50,000 1 ലക്ഷം അദ്ദേഹം ചെയ്യും. ബട്ട് എന്നിട്ടും കമ്പനി എന്ത് ചെയ്യുന്നു? പുതിയ ആൾക്കാർക്ക് മാത്രമല്ല, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ RCM ബിസിനസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെ കൊടുക്കാൻ ധൈര്യം കാണിക്കുന്ന സന്മനസ്സുള്ള ഒരു കമ്പനി ഇന്ന് ലോക മാർക്കറ്റിൽ നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കുമോ? എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. RCM സിസ്റ്റം ക്യാൻ ബി ഹാക്ഡ് because of updated technology first time in Indian direct selling industry. SAP Germany. SAP എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ആപ്ലിക്കേഷൻ ആണ് RCM ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പുതുതായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിസ്റ്റം ഒരിക്കലും മറ്റൊരു ടീമിനും മറ്റൊരു ഹാക്കർക്കും വന്ന് ഹാക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, RCM ബിസിനസ്സിൽ കോടികൾ ഇൻകം വാങ്ങുന്ന ആളുകൾ നമ്മുടെ RCM ബിസിനസ്സിലുണ്ട്. നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറും മുകേഷ് കോത്താരി സാറും നമ്മുടെ രവി OP ശർമ്മ സാർ, അങ്ങനെ ഒരു വലിയ നിര തന്നെ നമുക്ക് കോടികൾ നമ്മുടെ എല്ലാ മാസവും ഇൻകം വാങ്ങുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. സോ ഇത്തരം ആളുകൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സെയിം ഓപ്പർച്യൂണിറ്റിയാണ്. ഓരോ വ്യക്തിക്കും RCM ഇന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് പോലും ഇതേ കോടികൾ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റം മറ്റൊരു വ്യക്തിക്ക് ഹാക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും സ്ട്രോങ് ആയിരിക്കണമെന്ന് കമ്പനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോകത്ത് മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊണ്ടുവരാത്ത SAP ടെക്നോളജിയോട് കൂടി നമ്മുടെ ഡയറക്ട് സെല്ലിംഗ്, നമ്മുടെ RCM ബിസിനസ് മുമ്പോട്ടേക്ക് വന്നിരിക്കുന്നത്. RCM is unique because we have the most used product and the most income generating product. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആളുകൾ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ആവശ്യം ഉപയോഗിക്കുന്ന ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഉപ്പും അരിയും വരെ നമ്മുടെ കയ്യിലുണ്ട്. ഉപ്പും അരിയും ഇല്ലാതെ നമ്മുടെ കേരളീയൻസ് ആരും ഭക്ഷണം കഴിക്കാറില്ല, നിർബന്ധമായിട്ട് നമുക്ക് വേണം. അതേപോലെ തന്നെ പിന്നെ ഈ ഉപ്പും അരിയൊക്കെ വിറ്റ് എന്ത് കിട്ടാനാ? ബാക്കിയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയൊക്കെ നോക്കൂ, അവിടെയൊക്കെ 10,000-20,000 പൈസ കൊടുത്താൽ എന്താ ഭയങ്കര ഇൻകമാണ് അവിടെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ നമുക്ക് എടുത്ത് ചോദിക്കാൻ സാധിക്കും, ഒരൊറ്റ പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് 1 ലക്ഷം ബിസിനസ് വോളിയം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അവർ വായിൽ നമ്മൾ വായടയ്ക്കും, ചുണ്ടിലത്തെ വിരൽ വെച്ച് നിൽക്കും. കാരണം നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുന്ന RCMന്റെ തുളസി പെയിന്റും അവൈലബിൾ ആണ്. ഒരു ബിൽഡിങ്ങിന്റെ കോൺട്രാക്ട് മാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും ഇത്രയും അധികം ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല. ദ വേൾഡ് ക്ലാസ് ഇമ്മ്യൂണിറ്റി റേഞ്ചസ് സ്റ്റാർട്ടിങ് ഫ്രം, നമ്മുടെ കയ്യിലുള്ള ഇമ്മ്യൂണിറ്റി റേഞ്ചസ് പല കമ്പനികൾക്കും ഇല്ലാത്ത, മറ്റാർക്കും തൊടാൻ പോലും പറ്റാത്ത തരത്തിൽ ഇമ്മ്യൂണിറ്റി റേഞ്ചസ് ആണ് നമ്മുടെ RCM ബിസിനസ്സിനകത്തുള്ളത്. നമുക്ക് എല്ലാവർക്കും ന്യൂട്രീഷൻ റേഞ്ചിന്റെ ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ വലിയൊരു സെഗ്മെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും കൂടാതെ ഉപ്പ് തൊട്ട് ഓയിൽ വരെ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ന്യൂട്രീഷൻ ലഭിക്കും. ഇത് ലോകത്തിൽ തന്നെ 8ാമത്തെ അത്ഭുതം നമുക്ക് പറഞ്ഞൂടെ? ഗിലോയ് തുളസി രസ് തൊട്ടിട്ട് 35 രൂപയുടെ അനാർദന ഗോലി കഴിച്ചാൽ പോലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആരോഗ്യം കിട്ടും, നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 8ാമത്തെ അത്ഭുതം നമുക്ക് പറഞ്ഞൂടെ? എല്ലാം പോട്ടെ, RCMന്റെ ചോക്ലേറ്റ് ഒരു കുട്ടികളെല്ലാവരും മോശം, നമ്മൾ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, നമ്മുടെ ഹെൽത്തിന് മോശമാണെന്ന് പറയുന്ന RCMന്റെ എനർജി ബൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ജോയ് ബൈറ്റ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആരോഗ്യം കിട്ടും, നമുക്ക് ഹെൽത്ത് കിട്ടും, നമുക്ക് സമ്പത്തും എല്ലാം കിട്ടും. ഇതൊന്നും കൂടാതെ ജോയ് ബൈറ്റ്സ് തൊട്ടിട്ട് നമ്മുടെ വീട്ടിലൊന്ന് പെയിന്റ് അടിച്ചാൽ പോലും നമുക്ക് എന്ത് കിട്ടും? ആരോഗ്യം കിട്ടും. പെയിന്റ് അടിച്ചാൽ ആരോഗ്യം കിട്ടുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിഷരഹിതമായിട്ടുള്ള പെയിന്റ് ആണ് തുളസി പെയിന്റിലൂടെ നമ്മൾ ആളുകൾ കൊടുക്കുന്നത്. നോ അമോണിയ, നോ സ്മെൽ. പെയിന്റ് അടിച്ച അതേ ദിവസം നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമുകളാണ് നമുക്ക് തുളസി പെയിന്റിലൂടെ കിട്ടുന്നത്. സോ തീർച്ചയായിട്ടും ഒരു പെയിന്റ് അടിച്ചാൽ പോലും നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന പ്രൊഡക്റ്റുകളുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയം വേണ്ട. ഇന്ന് ലോകത്ത് നമുക്ക് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും തീർച്ചയായിട്ടും ഒരേ ഒരു കമ്പനി മാത്രമേ 8ാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റൂ. അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ല. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയാൻ പറ്റുന്ന, ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളുള്ള ഏതൊരു വ്യക്തിക്കും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്ന RCM ബിസിനസ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും.
जय आरसीएम। आप सबको अपनी अपनी कामयाबी के लिए बहुत बहुत बधाई। सुना है बहुत कुछ पिछले कुछ दिनों में न्यूट्रीचार्ज प्रोडक्ट के बारे में, बड़ी बड़ी हस्तियों ने भी अच्छी अच्छी बातें कही है। मेरा बस हाल ही में आपसे, आपके परिवार से परिचय हुआ है और उम्मीद करता हूँ कि आने वाले दिनों में ये हमारा एसोसिएशन लंबा चले। आरसीएम से है हमारी दुनिया, आरसीएम से है ज़माना, आरसीएम से है हमारी दुनिया, आरसीएम से है ज़माना। जीने की राह हमको मिली है, चलना एक दूजे के संग। आरसीएम है सोच हमारी, आरसीएम धड़कन, आरसीएम दे दिया सबको जीवन। आरसीएम, 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 आरसीएम। जिंदगी का मजा आज ले ले जरा, आरसीएम ने दिया है हम सबको एक जीने का मकसद। आरसीएम, 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 आरसीएम। हम सब जानते हैं कि न्यूट्रिशन कितना इम्पोर्टेंट है सबके लिए जिंदगी में, लेकिन स्पेशली वुमेन के लिए। तो न्यूट्रीचार्ज हेल्प्स अस मैन वुमेन इन कीपिंग हेल्दी। हमें न्यूट्रिशन देता है जो शायद आम खाने नहीं दे सकते, जो एक्स्ट्रा हमें आजकल के ज़माने में ज़रूरत है। आई थिंक यहाँ पे 2 प्रोडक्ट्स हैं जिसको हम नज़र में लाना चाह रहे हैं। वो न्यूट्रीचार्ज वुमेन है और न्यूट्रीचार्ज स्ट्रॉबेरी प्रो डाइट है। ये लेने से आपको ऑब्वियसली ये सारी जो 4 चीजें मैंने अभी मेंशन की है उससे आपको मदद मिलेगी। I have it, so guys, you can see obviously it's working for me. To witness on behalf of Guinness World Records an official attempt by NutriCharge to set a new Guinness World Records title, and it therefore gives me great pleasure to officially recognise a new Guinness World Records title! സോറി, സൗണ്ട് കുറവാണെന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. റൈറ്റ്, എനിവേസ് എന്തായാലും 2021 എന്ന് പറയുന്ന കാലം നമ്മുടെ RCM ബിസിനസിന്റെ മൊത്തത്തിലൊരു പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഈ 2021 എന്ന് പറയുന്ന ഈ കാലഘട്ടവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2021 എന്ന് പറയുന്നത് വലിയ കാലഘട്ടമാണ്, അല്ലെങ്കിൽ 2020 നല്ല കാലഘട്ടമാണെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു കാലഘട്ടവും നമ്മുടെ ഏറ്റവും നല്ല ഗോൾഡൻ പീരീഡ് ആണ്. ഒരുപാട് പേരുടെ അടുത്തേക്ക് നമുക്ക് ആയുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം എത്തിക്കാനുള്ള, അതും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യേണ്ട
ഒരു ബിസിനസ്സാണ് RCM ബിസിനസ് എന്ന് പറയുന്നത്. ഓപ്പൺ യുവർ മൈൻഡ് ആൻഡ് സീ ദ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ഓപ്പൺ ഫോർ യു. നിങ്ങളുടെ മനസ്സ് തുറന്നു നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ എല്ലാ പോസിബിലിറ്റീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമുക്ക് RCM ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രം നോക്കിയാൽ മതി. ബട്ട് നാളെ മാറ്റം തീർച്ചയായും നമുക്ക് RCM ബിസിനസ്സിലേക്ക് വന്നേ തീരൂ എന്ന് പറഞ്ഞ കാലം നമ്മളെ കൊണ്ട് RCM ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് വേദനകൾ സഹിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരേണ്ടി വരും. സോ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇന്ന് നിങ്ങളൊരു യങ്സ്റ്റർ ആണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പ്രായമുള്ള വ്യക്തിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100% വിശ്വസിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് RCM ബിസിനസ് എന്ന് പറയുന്നത്. തീർച്ചയായും ഓരോ വ്യക്തികൾക്കും ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തട്ടി നോയിച്ചുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ബിസിനസ് അല്ലാതെ, RCM എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് അല്ലാതെ മറ്റേത് ബിസിനസ്സിലൂടെയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുത്ത ജനറേഷൻ എങ്കിലും രക്ഷപ്പെടാൻ പോകുന്നത്. സോ ഇന്ന് RCM ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വന്നതുപോലെ എൻ്റെ മകന് ഞാൻ എൻ്റെ ID കൊടുക്കുന്ന സമയത്ത് ഒരു ഡയമണ്ട് ആയിട്ട് വരാൻ പോകുന്ന ഒരു 10 വർഷമോ 15 വർഷത്തിനോ ശേഷം ഒരു ഡയമണ്ട് പിൻ അച്ചീവറായിട്ട് മാസം ഒരു 25 ലക്ഷമോ 50 ലക്ഷമോ വരുമാനത്തോടു കൂടി എൻ്റെ ID എൻ്റെ മകന് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും തീർച്ചയായിട്ടും ഇതേ ഓപ്പർച്യൂണിറ്റി തന്നെയാണുള്ളത്. അടുത്ത 10 വർഷം കൊണ്ടാണ് ഞാൻ ഡയമണ്ട് ആവുന്നതെങ്കിൽ വരാൻ പോകുന്ന 10 മാസം കൊണ്ട് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സ് തുറന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രം മതി RCM എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിജയിക്കാനും വരാൻ പോകുന്ന തലമുറക്ക് വലിയ ഒരു ഭാവി, വലിയൊരു ആരോഗ്യം, വലിയൊരു സമ്പത്ത് എല്ലാവർക്കും വാഗ്ദാനം ചെയ്യാനും. സോ ഈ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ സത്യത്തിൽ കുറച്ചുകൂടി സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് നീണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറെ സ്ലൈഡ് ഞാൻ വെട്ടിച്ചുരുക്കിയതാണ്. ബട്ട് ഇനി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക്, എവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തുടങ്ങിയത്, എന്തൊക്കെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകതകൾ, RCM ബിസിനസ് എങ്ങനെ ഇൻകം വരും, ഇൻകം വരുന്നതിന്റെ ആ ലെവലുകൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. താല്പര്യമുള്ള ആളുകൾക്ക് ആ ഒരു പ്രോഗ്രാം ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് all the best for everybody and good night. Giving this session back to our star Ruby, CR Murthy sir. More sir, please. Thank you.